പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. സ്പെഷ്യൽ എൻകൗണ്ടർ ആരംഭിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരാൻ തുടങ്ങിയിട്ട് കുറച്ചേറെ കാലമായി. പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം തുടരുകയാണ്. ഡിണ്ടിഗൽ മണി, ബാലമുരുകൻ, രാജപാളയം ശ്രീകൃഷ്ണൻ എന്നിവരിലേക്കാണ് ഏറ്റവും അവസാനം അന്വേഷണം നീണ്ടുപോയത്. സ്വർണ്ണപ്പാളിയും പഞ്ചലോക വിഗ്രഹങ്ങളും വിദേശത്തേക്ക് കടത്തിയോ എന്ന സംശയവും ഇപ്പോൾ ഉയരുന്നു. വിഗ്രഹങ്ങൾ കടത്തിയെന്ന മൊഴി നൽകിയത് വിദേശ വ്യവസായിയാണ്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വിദേശ വ്യവസായിയുടെ മൊഴിയിൽ ഉള്ളതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അമേരിക്കയിൽ നിന്ന് പൗരാണിക വസ്തുക്കളുടെ രാജ്യാന്തര കരിഞ്ചന്തയ്ക്ക് നേതൃത്വം നൽകുന്ന സുഭാഷ് കപൂർ സംഘത്തിന്റെ രീതികളുമായി ശബരിമലയിലെ മോഷണ സംഘത്തിന്റെ രീതികൾക്ക് സാമ്യമുണ്ടെന്ന് കേസിന്റെ തുടക്കത്തിൽ തന്നെ ഹൈക്കോടതി നിരീക്ഷിച്ച കാര്യം ഇവിടെ നമ്മൾ ഓർമ്മിക്കണം. അവിടേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? അന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയതിലേക്കാണോ അന്വേഷണം നീണ്ടു ചെല്ലുന്നത്? വിദേശ കച്ചവടം നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷണത്തിന് CBI വരേണ്ടി വരുമോ? നേരറിയാൻ CBI വരുമോ? ഇന്ന് സ്പെഷ്യൽ എൻകൗണ്ടറാണ്. നമ്മൾ ചർച്ച ചെയ്യുന്നു, മലയും കടലും കടന്നോ? ഇന്നത്തെ നമ്മുടെ അതിഥികൾ ഇവരാണ്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, CPM സംസ്ഥാന സെക്രട്ടറി അംഗം M സ്വരാജ്, BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ, സാമൂഹിക നിരീക്ഷകൻ MN കാരശ്ശേരി എന്നിവർ. ആദ്യം ഞാൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയിലേക്ക് പോകുന്നു. ശ്രീ രമേശ് ചെന്നിത്തല, നമസ്കാരം. എൻകൗണ്ടറിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ശരിക്കും ഇപ്പോൾ നടക്കുന്ന ഏറ്റവും വലിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടത് താങ്കളാണ്. ശരിക്കും ഒരു വിദേശ വ്യവസായി താങ്കളെ കണ്ടെന്നും ഈ വിദേശ വ്യവസായി ചില കാര്യങ്ങൾ താങ്കളോട് പറഞ്ഞെന്നും പറഞ്ഞ് താങ്കൾ തിരുവനന്തപുരത്ത് ഈഞ്ചക്കലുള്ള SITയുടെ ഓഫീസിലെത്തിയ കാര്യങ്ങൾ വിശദമാക്കി. അതോടെയാണ് SIT ഈ വ്യവസായിയിൽ നിന്ന് മൊഴിയെടുത്തത്. എനിക്കറിയേണ്ട ഒരു കാര്യം, ഈ വിദേശ വ്യവസായിയും താങ്കളും എങ്ങനെയാണ് ബന്ധപ്പെടാൻ കാരണമായത്? ഈ വിവാദ വ്യവസായി എനിക്ക് വിദേശ വ്യവസായി എനിക്ക് വളരെ നേരത്തെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പാർലമെൻറ്റ് മെമ്പറായിരുന്ന കാലഘട്ടത്തിൽ പലപ്പോഴും അദ്ദേഹം എന്നെ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹം എന്നെ വന്ന് കണ്ടപ്പോൾ വളരെ സുപ്രധാനമായ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാമെന്നും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു സ്വർണ്ണ മോഷണമല്ലെന്നും ഇതിന് അന്താരാഷ്ട്ര മാനങ്ങളുണ്ടെന്നും മറ്റും അദ്ദേഹം എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അത് അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെല്ലാം നിങ്ങൾക്ക് SITയുടെ മുമ്പിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത്, നിങ്ങളത് SITയെ കണ്ട് പറയണം. പക്ഷെ അദ്ദേഹത്തിന് സുരക്ഷാപരമായ ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. താൻ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ തനിക്ക് എന്തുണ്ടാകും, എൻ്റെ മക്കളും ബന്ധുക്കളും ഒക്കെ എന്നെ അതിൽ നിന്ന് വിലക്കുന്നു എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ SITയോട് ഒരു കത്ത്, SITക്ക് ഒരു കത്ത് കൊടുക്കാം. ആ കത്ത് കൊടുത്താൽ അദ്ദേഹം SIT എന്നെ വിളിക്കും. അപ്പം ഞാൻ SIT എടുക്കൽ നിങ്ങളുടെ കാര്യങ്ങൾ പറയാം. അപ്പം നിങ്ങൾ വേണം ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ. അതിനിടയിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അതായത് അദ്ദേഹത്തിന്റെ സുരക്ഷ അപകടത്തിലാണെന്ന് ചിന്തിക്കേണ്ട രീതിയിൽ അത്രയും അപകടം പിടിച്ച ബോംബുകളാണോ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത്? താങ്കൾക്ക് മനസ്സിലായിരുന്നു തുടക്കത്തിലെ തന്നെ? അല്ല, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളൊന്നും അദ്ദേഹത്തോട് ചോദിക്കാൻ പോയില്ല. പക്ഷെ അദ്ദേഹം പറയുന്നത് ഇതിന് അന്തർദേശീയ മാനങ്ങളുള്ള ഒരു സ്വർണ്ണക്കൊള്ളയാണിത്. അത് വെറും നിസ്സാരമായി ഗോവർദ്ധൻ്റെ സ്വർണ്ണാഭരണശാലയിൽ നിന്ന് കിട്ടുന്ന 300 ഗ്രാമിനെ തിരക്കിയാണല്ലോ നമ്മുടെ പോലീസ് പോയതല്ല. അതല്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ വളരെ സീരിയസ് ആയ ഒരു മാറ്ററായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഒരു പൗരൻ എന്ന നിലയിൽ ഇത്തരം വിവരങ്ങൾ കിട്ടിയാൽ അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അറിയിക്കേണ്ടത് എൻ്റെ കടമയാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ വളരെ ഉത്തരവാദിത്വപൂർവ്വം ഒരു കത്തെഴുതി. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെന്നെ വിളിച്ചു. ഞാൻ അവരോട് എനിക്ക് അറിയാവുന്ന മുഴുവൻ കാര്യങ്ങൾ പറയുകയും ഈ വിദേശ വ്യവസായിയുടെ ഫോൺ നമ്പരും മറ്റ് ഡീറ്റെയിൽസും ഞാൻ കൊടുക്കുകയും ചെയ്തു. ഇത്രയുമാണ് എനിക്ക് എൻ്റെ റോൾ എന്ന് പറയുന്നത്. പിന്നീട് അവർ തമ്മിലുള്ള സംഭാഷണമാണ്. അദ്ദേഹത്തെ വിളിച്ചു വരുത്തി, അദ്ദേഹത്തോട് മൊഴിയെടുത്തു, അദ്ദേഹത്തോട് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഈ മാധ്യമങ്ങൾ പെരുപ്പിച്ച് പറയുന്നുമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് പറയാൻ കഴിയാവുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുവെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതേ തുടർന്നാണ് ഈ അന്വേഷണമൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സത്യം പുറത്തു വരണം. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറഞ്ഞു. അമേരിക്കയിൽ വരെ
വലിയ തോതിലുള്ള ആൻറ്റിക് സ്മഗ്ലേഴ്സ് ഇതിൻ്റെ പിന്നിലുണ്ട്. സുഭാഷ് കപൂർ എന്ന് പറയുന്ന വിഖ്യാതനായ ഒരു കുപ്രസിദ്ധനായ ഒരു വ്യക്തി ഇതിൻ്റെ ഉണ്ടോ എന്നൊക്കെ കോടതി ചോദിച്ചത്. തന്നെയുമല്ല, എനിക്ക് സംശയം വരാൻ മറ്റു കാര്യങ്ങളുണ്ട് SK. അതിൻ്റെ കാരണം, ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിൽ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാസുവായിരുന്നു. N വാസു പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അന്ന് അദ്ദേഹം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വിളക്കുകൾ, അതോടൊപ്പം തന്നെ മൊന്ത, കിണ്ടി, അതോടൊപ്പം തന്നെ വലിയ വലിയ ചെമ്പുകൾ, ഇതെല്ലാം ലേലം ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. ഇതെല്ലാം ലേലം ചെയ്ത് കൊടുക്കണം എന്നൊരു തീരുമാനം ദേവസ്വം ബോർഡ് എടുത്തു. അതിന് ഉത്തരവും പുറത്തിറങ്ങി. ആ ഉത്തരവ് മാധ്യമങ്ങളിൽ വന്നപ്പോൾ ഞാൻ അതിനെ ശക്തമായി എതിർത്തു. ഞാൻ ദേവസ്വം ബോർഡിന് കത്തെഴുതി, നിയമസഭയിൽ ഞാൻ ഉന്നയിച്ചു. അന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്, അമ്പലങ്ങളിൽ ഇതൊന്നും വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ലേലം വിളിച്ച് കളയാം. SK, ഞാൻ ഇപ്പോഴത്തെ ഈ സംഭവവും അന്നത്തെ ആ ലേലം വിളിക്കാനുള്ള തീരുമാനവും തമ്മിൽ ഞാനൊന്ന് കൂട്ടി വായിക്കുകയുണ്ടായി. അപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത് ഇത് ആൻറ്റിക്സ് കച്ചവടം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള സംശയം എനിക്ക് വന്നത്. ഞാൻ ആ സംശയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ SITയോട് പറഞ്ഞു. SIT ഈ വ്യവസായിയെ വിളിച്ചു വരുത്തി അയാളോട് മൊഴിയെടുത്തു. അതിൻ്റെ പേരിലുള്ള അന്വേഷണം നടക്കുകയാണ്. അത് എത്രമാത്രം ശരിയല്ല എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. അത് അന്വേഷണത്തിലൂടെ മാത്രമേ അത് കണ്ടെത്താൻ കഴിയുള്ളൂ. ഏതായാലും ഒരു കാര്യം സത്യമാണ്, ഇത് നിസ്സാരപ്പെട്ട ഒരു ഗോൾഡ് തെഫ്റ്റ് അല്ല. ഇതിൻ്റെ പിന്നിൽ വലിയ തോതിലുള്ള ശക്തികളുണ്ട്. ഇതിൻ്റെ പിന്നിൽ വലിയ മാഫിയ ഉണ്ട്. ആ മാഫിയയുടെ പ്രവർത്തനം കണ്ടെത്തണം. ഇത് 500 കോടിയിലധികം രൂപ വില വരുന്ന, ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വില വരുന്ന മോഹവിലയുള്ള ഒരു വസ്തുവാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ദിവസമായി പലരെ അറസ്റ്റ് ചെയ്തല്ലോ. എവിടെയാണ് ഈ തൊണ്ടി മുതൽ എവിടെ നിന്നാണ് കണ്ടെത്താൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ലല്ലോ. അത് വലിയ നിഗൂഢമായ ഒരു കാര്യമാണ്. ഇന്ന് അറസ്റ്റ് ചെയ്ത ശ്രീ വിജയകുമാർ CPMൻ്റെ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആയിരുന്നു. അത് അദ്ദേഹം അറിയപ്പെടുന്നൊരു CPM അനുഭാവിയും CPMനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയുമാണ്. അദ്ദേഹത്തെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയ തോതിലുള്ള ഇടപെടലുകൾ ഉന്നത തലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ശ്രീ രമേശ് ചെന്നിത്തല, ശരിക്കും നമ്മളൊക്കെ അമ്പരപ്പോടെ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഒരു അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത് സംഘവുമായി ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് ബന്ധമുണ്ട് എന്നുള്ള രീതിയിലുള്ള സൂചനകൾ വരുമ്പോൾ ഒരുപക്ഷെ അങ്ങനെ ഒരു കാര്യം തെളിയിക്കപ്പെടുകയാണെങ്കിൽ നമ്മുടെ നാടിന് തന്നെ നാണക്കേടാകുന്ന ഒരു കാര്യമാണ്. ശബരിമലയിലെ വിഗ്രഹം അടിച്ചുകൊണ്ട് വിദേശ വിഗ്രഹ കള്ളക്കടത്തുകാർക്ക് കൊടുത്തു എന്നുള്ള ഒരു ആക്ഷേപം ഈ നാടിന് ചൂഴ്ന്നു നിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീ ചെന്നിത്തല, താങ്കളോട് ഈ നമ്മുടെ വ്യവസായി, സുരക്ഷയൊക്കെ തേടിയ വ്യവസായി, ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഒരു അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത് സംഘം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് അദ്ദേഹം താങ്കളോട് ഉറപ്പിച്ച് പറഞ്ഞിരുന്നോ? ഒരു കാര്യം ഞാൻ വ്യക്തമാണ്, ഈ വിഗ്രഹ കടത്തിനെ പറ്റി അദ്ദേഹം എന്നോട് പറയാം. അത് നിങ്ങൾക്കൊക്കെ എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല. കുറേ ദിവസമായിട്ട് ഈ വിഗ്രഹ കടത്ത് എന്നിങ്ങനെ എല്ലാവരും പറയുന്നുണ്ട്. അതെന്താ, ചില മാധ്യമങ്ങൾ ആദ്യം പുറത്തു വന്നത് എനിക്കറിയില്ല. അവിടെ ഒരു വിഗ്രഹമുള്ളൂ, അയ്യപ്പ വിഗ്രഹം മാത്രമേ ഉള്ളൂ. SK ശബരിമല പോയിട്ടുള്ള ആളാണ്. അവിടെ വേറെ അധികം വിഗ്രഹങ്ങളൊന്നുമില്ല. അവിടെ ആകെ ഉള്ളത് ശബരിമല അയ്യപ്പൻ്റെ വിഗ്രഹമാണ്. പിന്നെ അവിടെ ഉള്ളത് മാളികപ്പുറത്ത് അമ്മയുടെ വിഗ്രഹമാണ്. പിന്നെ അല്ലാതെ ബാക്കിയൊന്നും അവിടെ വിഗ്രഹങ്ങളായിട്ടില്ല. അതെനിക്കറിയില്ല. പക്ഷേ വിലപിടിപ്പുള്ള ഈ സ്വർണം മോഹവിലയ്ക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പോയി എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാനിപ്പോൾ പറയുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാൻ ഇതുവരെ ആ വ്യവസായി എന്നോട് പറഞ്ഞ കാര്യം എന്തുകൊണ്ടാണ് പുറത്ത് പറയാത്തതെന്ന് ചോദിച്ചാൽ, SIT നടത്തുന്ന അന്വേഷണത്തെ ഒരു കാരണവശാലും ദുർബലപ്പെടുത്തരുത് എന്നുള്ളത് കൊണ്ടാണ്. SIT നല്ല നിലയിൽ അന്വേഷിക്കുകയാണ്. പിന്നെ ഇനിയും SK പറഞ്ഞ പോലെ ഇത് ഇൻ്റർനാഷണൽ റാമിഫിക്കേഷനുള്ള കേസായതുകൊണ്ട് CBI വേണമെന്ന് ചോദിച്ചാൽ CBI ആയിരിക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്കൾ, എനിക്കറിയാം സാധാരണ ഇത്തരം ചർച്ചകളിലൊക്കെ താങ്കൾ തുടരാറില്ല. എന്നാൽ ഇതൊരു പ്രത്യേക സാഹചര്യം പരിഗണിച്ച് താങ്കൾ അല്പസമയം കൂടി നമുക്കൊപ്പം ചെലവഴിക്കണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. താങ്കൾ ഈ വാദപ്രതിവാദങ്ങളിലൊന്നും സാധാരണ പങ്കെടുക്കാറില്ല. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എന്നിരുന്നാലും ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളതെല്ലാം സമുന്നതരായ പാർട്ടി നേതാക്കന്മാരാണ്. M. സ്വരാജും. സോറി അതിന് എനിക്ക് കഴിയില്ല. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നതാണ്. അവരോട് നേരത്തെ താങ്കൾ ലാസ്റ്റ് എന്തോ പറയാൻ വന്നിരുന്നത്, അതുകൂടെ പൂർത്തിയാക്കും. എനിക്ക് അത്യാവശ്യം മറ്റൊരു മീറ്റിങ്ങിന് പോകണ്ട.
ഓക്കെ ശ്രീ രമേശ്, താങ്കൾ അത് ഞാൻ എന്തോ പൂർത്തിയാക്കാൻ അവസാനം എന്തോ കഴിയുന്നത് പറയാൻ ഇതാണ്. വന്നിരുന്നു. കോടതിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു CBI അന്വേഷണം ഈ കാര്യത്തിൽ ആവശ്യമാണ്. ഇപ്പം തന്നെ തമിഴ്നാട്ടിൽ പോയപ്പോൾ തമിഴ്നാട് പോലീസ് സഹകരിക്കുന്നില്ല. ഡി മണി ആരാണ്, MS മണിയാണോ, ഡി മണിയാണോ, ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമെങ്കിൽ CBIയുടെ സാന്നിധ്യം ഉണ്ടാകണം. CBI കോടതി നിയന്ത്രണത്തിൽ, ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു അന്വേഷണം. ഇപ്പോഴത്തെ ബെഞ്ച് നല്ല ബെഞ്ചാണ്, നല്ല നിലയിൽ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. അപ്പോൾ SIT മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. SIT അവരുടെ ജോലി നന്നായി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻ്റർനാഷണൽ റാമിഫിക്കേഷനുള്ള ഒരു കേസായതുകൊണ്ട് ഈ കേസ് CBI കോടതിയുടെ നിയന്ത്രണത്തിൽ, നിരീക്ഷണത്തിൽ അന്വേഷിക്കുന്നതായിരിക്കും ഉത്തമം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ല, ഈ ഇന്റർപോൾ പോലെയുള്ള സംവിധാനങ്ങൾ ഇതിൽ ഉപയോഗപ്പെടുത്തേണ്ടി വരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും CBI തന്നെയായിരിക്കും നല്ല അന്വേഷണ ഏജൻസി. അതേസമയം ഈ SITയുടെ അന്വേഷണത്തിൽ മുൻ പ്രതിപക്ഷ നേതാവും താങ്കൾ ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളാണ്. താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? കാരണം കോടതി ഇടയ്ക്ക് പറഞ്ഞു ഈ വൻ സ്രാവുകളിലേക്ക് അന്വേഷണം ചെല്ലുന്നില്ല എന്ന് കോടതി കുറ്റപ്പെടുത്തുകയുണ്ടായി ഇടയ്ക്ക്. അപ്പോൾ താങ്കൾ അവിടെ ഇഞ്ചക്കലിലെ ഈ SITയുടെ ഓഫീസിൽ പോയ ആളാണ്, അവർക്ക് മൊഴി കൊടുത്ത വ്യക്തിയാണ്. അപ്പോൾ താങ്കൾക്ക് ഇന്ന് വരെയുള്ള അന്വേഷണം വിലയിരുത്തുമ്പോൾ എന്താണ് തോന്നുന്നത്? അന്വേഷണം ശരിയായ വഴിയിൽ തന്നെയാണ് നടക്കുന്നത് എന്ന തോന്നലുണ്ടോ താങ്കൾക്ക്? SIT കുറ്റപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പരിമിതികളുണ്ടാവും. പക്ഷേ അവരുടേതായ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നല്ല അന്വേഷണം നടത്തി മുന്നോട്ട് പോവുകയാണ്. പിന്നെ ഇൻ്റർനാഷണൽ തലത്തിലുള്ള അന്വേഷണമൊന്നും ഇപ്പം സംസ്ഥാനത്തിന് പുറത്ത് തന്നെ അവർക്ക് അന്വേഷിക്കാൻ പ്രയാസമുണ്ട്. കാരണം ഇത് കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണമാണ്. ചുമ്മാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കോടതി ഗൗരവപൂർവ്വം ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി 2 ആഴ്ച കൂടിയേ ഉള്ളൂ അവർക്ക്. അപ്പോൾ അതിനിടയിൽ ഇത് തീർക്കാൻ കഴിയുമെന്ന് എനിക്ക് സംശയമുണ്ട്. SIT അവരുടെ ജോലി ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ഗവൺമെൻറ്റിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്, അവരുടെ പുറത്ത് സമ്മർദ്ദം വരാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതുവരെ പരിശോധിച്ചാൽ അവരുടെ ജോലി നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വ്യവസായി പറഞ്ഞ ഒരു വെളിപ്പെടുത്തൽ അത് താങ്കൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അതായത് വലിയൊരു തുകയുമായിട്ട് തിരുവനന്തപുരത്ത് വന്ന് ഈ ഡി മണി ഉന്നതനായ ഒരാളിന് വലിയ പണം നൽകി എന്ന രീതിയിൽ ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇങ്ങനെ ഉന്നതന്മാരുടെ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് താങ്കൾക്ക് സംശയമുണ്ടോ? അതോ സംശയിക്കാൻ അടിസ്ഥാനമുണ്ടോ? ഞാൻ SK എന്നോട് ക്ഷമിക്കണം. ഞാൻ വ്യവസായി എന്നോട് പറഞ്ഞ കാര്യങ്ങളൊന്നും SITയുടെ മുമ്പിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല, ഞാനതല്ല ചോദിക്കുന്നത്. ഈ ഉന്നതന്മാരുടെ ഇടപെടൽ ഇതിലുണ്ട് എന്ന് താങ്കൾക്ക് ധാരണയുണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു. വ്യവസായി പറഞ്ഞ താങ്കൾ മനസ്സിൽ സ്വാഭാവികമായും ഉണ്ട്. അല്ലെങ്കിൽ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഈ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മാത്രം വിചാരിച്ചാൽ ഇത്രയും വലിയൊരു കൊള്ളയൊന്നും നടത്താൻ കഴിയില്ല. അതിൻ്റെ പിന്നിൽ, അതിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ വൻ സ്രാവുകൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അത് കണ്ടെത്തേണ്ടത് അനിവാര്യവുമാണ്. ഓക്കെ, താങ്ക് യു ശ്രീ രമേശ് ചെന്നിത്തല. എന്തായാലും താങ്കൾ ഇത്ര നേരം ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് പ്രത്യേക നന്ദി. ഇനിയിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി രംഗയും സ്വരാജ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സ്വരാജ്, നമസ്കാരം. ശരിക്കും ചെന്നിത്തലയെ പോലെയുള്ള ആളുകൾക്ക് താല്പര്യം CBI പോലൊരു അന്വേഷണ ഏജൻസി അന്വേഷിക്കണം. കാരണം ഈ കേസിന് അന്താരാഷ്ട്ര മാനങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. CPMൻ്റെ നിലപാട് ഇന്ന് നമ്മുടെ ഗോവിന്ദ മാസ്റ്റർ തന്നെ പറയുന്നുണ്ടായിരുന്നു, കൃത്യമായ കാര്യങ്ങൾ അറിയാതെ നടപടിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്ന രീതിയിൽ പറഞ്ഞു. തീർച്ചയായിട്ടും പത്മകുമാറിനെതിരെ നടപടി എടുത്തില്ല എന്നുള്ള കാര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെയേറെ കേരളത്തിൽ ചർച്ചപ്പെടുകയുണ്ടായി. എന്നാൽ ഇപ്പോഴും പാർട്ടി അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ശ്രീ സ്വരാജ്, താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ ഒരു CBI പോലെ അന്വേഷണ ഏജൻസിയുടെ ഇടപെടൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആവശ്യമുണ്ടോ? അങ്ങ് ആദ്യം പറഞ്ഞ കാര്യം പൂർണ്ണമായിട്ടും ശരിയല്ല. ബഹുമാന്യനായ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞത് SITയുടെ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തിയോ കുറവോ ചൂണ്ടിക്കാണിക്കുകയോ സംശയം ഉന്നയിക്കുകയോ അല്ല ചെയ്തത്. മറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ നന്നായി നടക്കുന്നുണ്ട് അന്വേഷണം, കോടതിയുടെ മേൽനോട്ടത്തിലാണ്. എന്നാൽ ഇതിൻ്റെ അന്താരാഷ്ട്ര മാനങ്ങളിലേക്ക് കടക്കുമ്പോൾ CBI ആയിരിക്കും നല്ലത് എന്ന അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതെ, ഇതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. നിയമസഭയിൽ ഈ SITയെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള വിഷയം വന്നപ്പോൾ അന്ന് പ്രതിപക്ഷം മുൻപോട്ട് വെച്ച ആവശ്യം CBI അന്വേഷിക്കണമെന്നായിരുന്നു. SIT അന്വേഷണം അസ്വീകാര്യമാണ് എന്ന അഭിപ്രായമാണ് അവരുടേത്. അത്
ശക്തമായ നിലയിൽ അവർ ഉയർത്തി. സർക്കാരിൻ്റെ ഭാഗം പറഞ്ഞു. അതിൽ തൃപ്തിയാകാതെ സഭ ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ SIT അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, SIT അന്വേഷണമല്ല വേണ്ടത്, CBI അന്വേഷണം വേണമെന്നതായിരുന്നു തുടക്കത്തിൽ പ്രതിപക്ഷത്തിൻ്റെ നിലപാട്. എന്നാൽ സർക്കാർ ഹൈക്കോടതിയുടെ കൂടി നിരീക്ഷണത്തിലുള്ള SIT ഈ അന്വേഷണം ഫലപ്രദമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, അതാണ് നല്ലത് എന്ന നിലപാട് സ്വീകരിച്ചു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ബഹുമാന്യനായ മുൻ പ്രതിപക്ഷ നേതാവ് അത്തരത്തിലുള്ള ഒരു ദുസൂചനയോ അല്ലെങ്കിൽ വിമർശനമോ ഉന്നയിച്ചില്ല. അദ്ദേഹം ഈ അന്വേഷണം ഭാവിയിൽ വികസിക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന പരിമിതികൾ മാത്രമാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ അനുഭവത്തിൽ നിന്നും പ്രതിപക്ഷവും SITയുടെ അന്വേഷണത്തെ, അന്ന് നിയമസഭയിൽ ബഹിഷ്കരിച്ച എതിർത്ത SITയുടെ അന്വേഷണത്തെ അവരും ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട്. നല്ല കാര്യം. ഇപ്പോൾ പുതിയൊരു സാഹചര്യം വന്നിരിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നിങ്ങളുടെ ചോദ്യം ഇപ്പോൾ പ്രസക്തമാകുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് മുൻപും ഇപ്പോഴും ഒന്നാണ്. ഏതു ക്ഷേത്രത്തിലാവട്ടെ, ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത് പോലെയുള്ള ഏതു തട്ടിപ്പുമാകട്ടെ, സമഗ്രമായി അന്വേഷിക്കുകയും അതിൽ എല്ലാ കാര്യങ്ങളും പുറത്തു വരികയും പ്രതികൾ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുകയും ചെയ്യണം. അതിന് അന്തർദേശീയ ബന്ധങ്ങളിലേക്ക് ഇപ്പോൾ നിങ്ങളിവിടെ പരാമർശിക്കപ്പെട്ട വ്യവസായിയുടെ മൊഴി, അതിൻ്റെ ഭാഗമായി ലഭിക്കുന്ന തെളിവുകൾ, ഇതിന് അങ്ങനെ ഒരു മാനത്തിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ അതുണ്ടോ എന്ന് എനിക്കോ നിങ്ങൾക്കോ ഇപ്പോൾ പറയാനാവില്ല. ഇപ്പോഴുള്ളതെല്ലാം ഊഹാപോഹങ്ങളാണ്. എന്തൊക്കെയാണ് മൊഴിയിലുള്ളത് എനിക്കറിയില്ല. അങ്ങേക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയുമെന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പുറത്തു വരുന്ന പല വാർത്തകളും കുറച്ച് പൊടിപ്പും തൊങ്ങലും വെച്ചിട്ടുള്ളതാണെന്ന് ശ്രീ രമേശ് ചെന്നിത്തല തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതാണ് ശബരിമലയിൽ നിന്ന് പഞ്ചലോഹ വിഗ്രഹങ്ങൾ മോഷ്ടിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്ന വാർത്ത. അത് അടിസ്ഥാനമുള്ളതല്ല എന്ന് ശബരിമലയെക്കുറിച്ച് നന്നായി അറിയാവുന്ന അദ്ദേഹം തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. എന്തായാലും ഇപ്പോൾ പുതിയ മൊഴികളുടെയും അന്വേഷണത്തിലൂടെ ലഭിക്കുന്ന തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഈ പറയപ്പെടുന്നത് പോലെ അന്താരാഷ്ട്ര ബന്ധങ്ങളോ മാനങ്ങളോ ഈ കേസിലുണ്ടെങ്കിൽ അതിന് പുതിയ ഏജൻസികൾ അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്ന പക്ഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ അതിൽ ഉചിതമായ ഒരു തീരുമാനം എടുക്കും. ഇപ്പോൾ ഹൈക്കോടതിയാണല്ലോ CPM ഇക്കാര്യത്തിൽ എം സ്വരാജ് എന്താണ് നിലപാട്? അതായത് ഇപ്പം അന്താരാഷ്ട്ര മാനങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും SIT പോലെ ഏജൻസി ചിലപ്പോൾ അന്വേഷിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അങ്ങനെ വന്നാൽ ഇപ്പോൾ ഇന്റർപോളിനെയൊക്കെ ഇടപെടുത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും CBI പോലെ ഒരു ദേശീയ ഏജൻസിക്ക് മാത്രമേ ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. അങ്ങനെ എടുക്കുന്ന ഇപ്പോൾ ഹൈക്കോടതി തന്നെയാണ് അന്തിമമായി ഇതിനകത്ത് തീരുമാനമെടുക്കുന്നതെങ്കിൽ പോലും പാർട്ടിയുടെ നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? ഞങ്ങൾ ഇപ്പോൾ അങ്ങയുടെ ചോദ്യത്തിൻ്റെ ഒരു ചെറിയ പരിമിതി ഒരു സാങ്കല്പിക വിഷയമാണ് പറയുന്നത്. അതായത് ഇതിന് അന്താരാഷ്ട്ര മാനങ്ങൾ ഉണ്ടെങ്കിൽ SITയുടെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഇത് നിൽക്കാതെ വന്നാൽ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഹൈപ്പോത്തറ്റിക്കലായി മാത്രമേ അത്തരം ചോദ്യങ്ങളോട് നമുക്ക് സമീപിക്കാൻ പറ്റൂ. ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് കൂടി അംഗീകരിച്ചിട്ടുള്ള ഭംഗിയായി നടക്കുന്ന അന്വേഷണം, ആ അന്വേഷണം മുൻപോട്ട് പോവുകയും അന്വേഷണത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പുതിയ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളോ ഇതിൻ്റെ ഒരു വികാസമോ വേണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് തോന്നുകയും ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നടക്കുമല്ലോ. ലോകത്തിലെ ഏത് ഏജൻസി അന്വേഷിക്കുന്നതിനും ഞങ്ങളെതിരല്ല. ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും തെറ്റ് ചെയ്തിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടണമെന്നും വിശ്വാസികളുടെ ഒരു തരി പൊന്നുപോലും നഷ്ടമാകരുതെന്നും ഉള്ള ഉറച്ച അഭിപ്രായമാണ് എല്ലാ സമയത്തും ഞങ്ങൾക്കുള്ളത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചോട്ടെ. എനിക്കാകെ ബഹുമാന്യനായ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞതിൽ ഒരു നേരിയ വിയോജിപ്പ്, അങ്ങനെ വലിയ തർക്കമൊന്നുമല്ല, പക്ഷേ ഒരു വിയോജിപ്പുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അത് അദ്ദേഹം വളരെ മുതിർന്ന, നമ്മൾക്കൊക്കെ ബഹുമാനവും സ്നേഹവും ഉള്ള നേതാവാണ്. അദ്ദേഹം ഇവിടെ പറഞ്ഞതിൽ ഈ പ്രതികൾ അവരുടെ രാഷ്ട്രീയ ബന്ധം അതൊക്കെ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ ഇപ്പോൾ ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് പറയും. നോക്കൂ, വേണമെങ്കിൽ എനിക്കും ഇപ്പോൾ പറയാം. ഇപ്പോൾ 10-11 പ്രതികളാണല്ലോ വന്നിരിക്കുന്നത്, 8-10 പേര് ജയിലിലുമാണ്. അതിൽ ഓരോരുത്തരുടെ പേര് പറഞ്ഞ് അവരുടെ രാഷ്ട്രീയ ബന്ധം എല്ലാ പാർട്ടിയിലും പെട്ട ആളുകളെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ കോൺഗ്രസിൻ്റെ യൂണിയൻ നേതാവായിരുന്ന ആൾ, അങ്ങനെ ബൈജു മുതൽ ശ്രീകുമാർ വരെയുള്ളവരുടെ പേരുകൾ പറഞ്ഞിട്ട് കോൺഗ്രസ് ബന്ധം എന്നെനിക്ക് ആരോപിക്കാൻ പറ്റും. പക്ഷെ ഞാനതിനൊന്നും മുതിരുന്നേയില്ല. നമ്മുടെ പ്രശ്നം ഇതിലിപ്പോൾ പ്രതി ചേർക്കപ്പെട്ട് ജയിലിലടയ്ക്കപ്പെട്ടിട്ടുള്ളവർ, അവരുടെ പേരിലുള്ള കുറ്റപത്രം വന്ന് അവരുടെ കുറ്റത്തിൻ്റെ അനുപാതമനുസരിച്ച് അല്ലെങ്കിൽ നിരപരാധിയാണെങ്കിൽ അങ്ങനെ അത് കോടതി തീർപ്പ് കൽപ്പിക്കട്ടെ. നമ്മളതിലൊന്നും രാഷ്ട്രീയം കാണാനോ ആരെങ്കിലും രക്ഷിക്കാനോ ന്യായീകരിക്കാനോ ഇന്നയാൾക്ക് ഇന്ന പാർട്ടിയുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് ചർച്ച ആ ദിശയിൽ പോയാൽ കോൺഗ്രസിന് CPMനെ കുറ്റപ്പെടുത്താൻ പറ്റും, തിരിച്ച് നല്ലതുപോലെ ഞങ്ങൾക്ക് അവരെയും കുറ്റപ്പെടുത്താൻ പറ്റും. അങ്ങനെ ഈ ചർച്ച പോകുന്നത് ഉചിതമല്ല. നമുക്ക് സത്യം പുറത്തു വരണം, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. അതിലിപ്പോൾ നിൽക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഓക്കെ, താങ്ക് യു എം സ്വരാജ്. ഇനി ഞാൻ BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനിലേക്ക് പോകുന്നു. ശ്രീ സുരേന്ദ്രൻ, യഥാർത്ഥത്തിൽ ഈ ശബരിമലയുടെ കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ് ഈ കാര്യത്തിൽ? ഇപ്പോൾ ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നാണ് ഇദ്ദേഹം സ്വരാജ് അഭിപ്രായപ്പെട്ടത്. ഞാനതിനോട് വിയോജിക്കുന്നില്ല. അന്വേഷണം നടക്കുകയാണ്. തീർച്ചയായിട്ടും ഹൈക്കോടതി തന്നെയാണ് SIT അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു നിരീക്ഷണം ഇതിനകത്തുണ്ട്. ഹൈക്കോടതിയുടെ റഡാറിന് കീഴിൽ തന്നെയാണ് അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിനകത്ത് അങ്ങനെ ഒരു സാങ്കല്പിക ചോദ്യത്തിന് പ്രസക്തിയില്ല എങ്കിൽ പോലും ഇപ്പോൾ വരുന്ന വാർത്തകൾ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. കാരണം ഒരു ദേശീയ അന്വേഷണ ഏജൻസിയുടെ സാന്നിധ്യം വേണ്ടി വരുന്ന രീതിയിൽ കാര്യങ്ങൾ പുരോഗമിക്കുന്നുവെന്ന് വേണം കരുതാൻ. ഇപ്പം ചിലപ്പം പൊടിപ്പും തൊങ്ങലും വെച്ചൊക്കെ വാർത്തകൾ വരുന്നുണ്ടാകും. എന്നിരുന്നാലും ഈ ഡി മണിയെ പോലെയുള്ള കഥാപാത്രങ്ങൾ രംഗപ്രവേശം ചെയ്തതോടെ പുതിയ പുതിയ മാനങ്ങൾ ഇതിന് കൈവരുന്നു. എനിക്ക് ഒരു പരിചയവുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുമ്പോൾ വ്യവസായി പറയുന്നു ഇവർ തമ്മിൽ നേരിട്ട് തിരുവനന്തപുരത്ത് വെച്ച് കണ്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ ഈ ഡെന്തിക്കൽ മണി തന്നെ ഒരു വലിയ കഥാപാത്രമായിട്ട് അവതരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ബാലമുരുകൻ, പിന്നീട് ഇദ്ദേഹത്തിന് മറ്റുള്ളവരുടെ പേരിൽ 3 സിം കാർഡുകൾ, അങ്ങനെ കുറേ വാർത്തകൾ വന്ന് ശരിക്കും ഇതിനൊരു രാജ്യാന്തര മാനം വന്നു പോകുമോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് മാധ്യമപ്രവർത്തകരും അല്ലാത്ത നിരീക്ഷകരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ശബരിമലയുടെ കാര്യത്തിൽ ഒരു CBI പോലെ ഒരു ഏജൻസിയുടെ സാങ്കത്യം താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് കെ സുരേന്ദ്രൻ? SK ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, ഇവിടെ ഇപ്പോൾ ഒരു നിരീക്ഷണം പൊതുവെ വന്നിരിക്കുന്നത് സർക്കാരിൻ്റെ അനുകൂലിക്കുന്നവരെല്ലാവരും ഞങ്ങൾ വളരെ നിഷ്പക്ഷവും നീതിപൂർവവുമായിട്ട് ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി നടക്കും. ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ സാധ്യതയില്ല. എല്ലാ അഴിമതി നടത്തിയവരെയും കവർച്ച നടത്തിയവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും എന്നൊക്കെയുള്ള കാര്യങ്ങളുമാണ് ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഈ അന്വേഷണം എങ്ങനെ വന്നതാണെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ അറിയാം സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള ആത്മാർത്ഥത എത്രമാത്രമാണെന്ന്. ഈ അന്വേഷണം എങ്ങനെയാണ് വന്നത്? ആദ്യം 40 വർഷത്തെ വാറണ്ടിയിൽ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയി സ്വർണം പൂശി വന്ന ആൾ 6 വർഷം കഴിയുമ്പോൾ അതിൽ വീണ്ടും മങ്ങലേറ്റു എന്ന് പറഞ്ഞ് അതേ പോറ്റിക്ക് തന്നെ സർക്കാർ ദേവസ്വം ബോർഡ് ഇത് കൊടുത്തയക്കുമ്പോഴാണ്. കൊടുത്തയച്ചിട്ടും ആരും അറിഞ്ഞില്ല. കൊടുത്തയച്ചതിന് ശേഷം സർക്കാരിൻ്റെ കമ്മീഷണർ, ശബരിമല ദേവസ്വം കമ്മീഷണർ, പത്തനംതിട്ട ജഡ്ജിയായിട്ടുള്ള അദ്ദേഹം അവിടെ വന്ന് നോക്കുകയാണ്. അപ്പോൾ ആ സാധനം കാണുന്നില്ല. അപ്പോഴാണ് ഇവർ പറയുന്നത് ഞങ്ങൾ പോറ്റിയെ തന്നെ ഇത് അവിടെ കൊണ്ടുപോയി പൂശാൻ കൊടുത്തിരിക്കുകയാണ്. കാരണം വാറണ്ടി കാർഡ് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. അദ്ദേഹത്തിന് വാറണ്ടി കാർഡ് എങ്ങനെ കിട്ടിയെന്നൊക്കെയുള്ള വേറെ കാര്യം. അതായത് ഇത് അദ്ദേഹം കോടതിയെ കാര്യങ്ങൾ ഇത് ബോധിപ്പിച്ചത് കൊണ്ടാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ശക്തമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യപ്പെട്ടത്. സർക്കാരിൻ്റെ ഇനിഷ്യേറ്റീവിലല്ല. നിയമസഭയിൽ എന്ത് ചർച്ച നടത്തി എന്നുള്ളത് വേറെ കാര്യം. സർക്കാരിന് ഇതെല്ലാം നേരത്തെ അറിയാമായിരുന്നു. കാരണം ഈ വസ്തുതകളെല്ലാം ദേവസ്വം വിജിലൻസ് നേരത്തെ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. നേരത്തെ കണ്ടെത്തി ദേവസ്വം ബോർഡിന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് ഈ പോറ്റിയെ സംബന്ധിച്ച്. അപ്പോൾ അതെല്ലാം അറിഞ്ഞിട്ടും സർക്കാർ ഒരു അന്വേഷണത്തിനും പോയിട്ടില്ല. സർക്കാർ അന്വേഷണത്തിന് നിർബന്ധിതമാവുകയായിരുന്നു. പിന്നെ നിഷ്പക്ഷമായ അന്വേഷണം എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ എല്ലാ പ്രതികളും കടകംപള്ളി സുരേന്ദ്രൻ്റെ പങ്കാളിത്തത്തെ സംബന്ധിച്ച് മൊഴികൾ നൽകിയിട്ടുണ്ട്. ആദ്യം മുതൽ എല്ലാ പ്രതികളും ശങ്കർദാസിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യം മുതൽ എല്ലാ മൊഴികളും 2ാം തവണ ഇത് കൊടുത്തയക്കുന്നതിന് കാരണക്കാരനായിട്ടുള്ള പ്രശാന്തിൽ നിന്ന് വിവരങ്ങൾ തേടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 സുപ്രധാന നേതാക്കൾ CPMൻ്റെ പത്മകുമാറും അതുപോലെ തന്നെ വാസുവും ജയിലിലായി. ഇന്നിപ്പോൾ പ്രമുഖനായിട്ടുള്ള മറ്റൊരു നേതാവ് കൂടി ജയിലിലായി. അപ്പോഴും കടകംപള്ളി സുരേന്ദ്രനിലേക്കും അതുപോലെ ശങ്കർദാസിലേക്കും, ശങ്കർദാസ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഉന്നതനായിട്ടുള്ള ഒരു CPM ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ്റെ IPS ഉദ്യോഗസ്ഥൻ്റെ പിതാവാണ്. നേരത്തെയും ശബരിമല കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ള ആളാണ് പല കാര്യങ്ങളിലും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, ഇത് ഒരു ക്ഷേത്രത്തിൽ മാത്രം നടന്നിട്ടുള്ള ഒരു കൊള്ളയല്ല. കേരളത്തിലെ പല ക്ഷേത്രങ്ങളും കൊള്ളയടിക്കാൻ എവിടെയോ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ശബരിമല ഇതെല്ലാം വന്നത്. 2 ഗൂഢാലോചനകൾ നടന്നിരുന്നു. ഒന്ന് ശബരിമലയിലെ വിശ്വാസം തകർക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ നടന്ന കാര്യങ്ങൾ, ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ആ കാലത്താണ് അവിശ്വാസികളെ മല കയറ്റാനും അവിടെ നവോത്ഥാനം പുലർന്നു എന്ന് പ്രഖ്യാപിക്കാനും ശബരിമലയെ തകർക്കാനുമുള്ള ഗൂഢമായ നീക്കം നടത്തിയത്. അത് CPM തന്നെ സമ്മതിക്കുകയും തെറ്റ് തിരുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങളത് മാറ്റുന്നുവെന്ന് തീരുമാനമെടുത്ത് വീട് സമ്പർക്കം നടത്തിയിട്ടുള്ളത്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതേ കാലത്ത് തന്നെയാണ് നിങ്ങൾ നോക്കുന്നത്. എപ്പോഴാണ് സംഭവം ഉണ്ടാകുന്നത്? 17, 18, 19, 20 കാലത്താണ്. ആ കാലത്ത് ഒരേ സമയത്ത് തന്നെയാണ് ശബരിമലയിലെ സമരങ്ങൾ നടക്കുന്നത്. തൊട്ടടുത്ത 2 വർഷങ്ങളിൽ മഹാപ്രളയം ഉണ്ടായി കേരളത്തിൽ. ആൾക്കാർ അങ്ങോട്ട്, അയ്യപ്പ ഭക്തന്മാർ അധികം പോയില്ല. 20 കോവിഡ് വന്നു. ഈ 3-4 വർഷത്തിനിടയിലാണ് വലിയൊരു ഗൂഢാലോചന
ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട് ഉന്നത കേന്ദ്രങ്ങൾ നടത്തിയെന്നുള്ള സംശയം ഹൈക്കോടതിക്കാണ് ഏറ്റവും കൂടുതൽ. CPM-കാരോ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല എന്ത് പറയുന്നു എന്നുള്ളതല്ല പ്രശ്നം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി 3 തവണയാണ് രൂക്ഷമായി വിമർശിച്ചത്. ഇന്നും കഴിഞ്ഞ ദിവസം ഈ അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാക്കളുടെ കാര്യം പറഞ്ഞതുപോലെ ഇന്ന് എന്ത് കൃത്യമായിട്ടാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്? എവിടെ ശങ്കർദാസ്, എവിടെ നിങ്ങൾ മറ്റുള്ള ആളുകൾ എന്നല്ല പ്രധാനപ്പെട്ട വ്യക്തികളെ, ഉന്നത ബന്ധമുള്ള വ്യക്തികളെ എവിടെയെന്ന് പരസ്യമായിട്ട് ഹൈക്കോടതി ചോദിച്ചില്ലേ? പിന്നെ കേന്ദ്ര അന്വേഷണത്തിന് ആവശ്യം വന്നാൽ ഞങ്ങൾ സഹായിക്കുന്നൊക്കെ പറയുന്നത് ഭക്തന്മാരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ശ്രീ സുരേന്ദ്രൻ, ഞാൻ ഒരു കാര്യം കൂടി താങ്കൾ ഓർമ്മിക്കുന്നു. താങ്കൾ ഒരുപാട് സന്ദർഭങ്ങളിൽ ഈ ശബരിമലയ്ക്ക് വേണ്ടി പ്രത്യേക നിയമനിർമ്മാണം വേണം, കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ വേണം എന്നൊക്കെ പലയിടങ്ങളിലായി ആവശ്യപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഈ ശബരിമലയിൽ നടന്നു എന്ന് പറയുന്ന ഈ സ്വർണ്ണക്കൊള്ളയുടെ പശ്ചാത്തലത്തിൽ ഇപ്പോഴൊരു കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നിശ്ചിതമായ ഇടപെടൽ വേണമെന്ന് താങ്കൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടോ? കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ CPM നിഷേധിച്ചാലും ഈ സ്വർണ്ണക്കൊള്ള ഉയർന്നു വന്നിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതൊരു വലിയ പരിധിവരെ ഒരുപക്ഷെ സ്വരാജിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ഞാനത് ചോദിക്കാൻ അദ്ദേഹത്തൊക്കെ വരികയും ചെയ്യാം. ഈ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ നമുക്ക് കാണാനും ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നമുക്കിപ്പം എന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ സുരേന്ദ്രൻ, താങ്കൾ ഇപ്പോഴെടുത്തിരിക്കുന്ന നിലപാട് എന്താണ്? അത് ഈ ശബരിമലയുടെ നിയന്ത്രണം കേന്ദ്ര സർക്കാരിന് വേണം എന്നുള്ള രീതിയിലുള്ള വെളിപ്പെടുത്തലുകളിൽ താങ്കൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല SK. നമ്മുടെ രണ്ട് വിഷയം രണ്ടാണ്. അതായത് ഇതിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചാൽ വ്യക്തമായിട്ടും കേന്ദ്ര ഇടപെടൽ ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇതിലെ സാമ്പത്തിക വിഷയങ്ങൾ മാത്രം പരിശോധിക്കാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റാന്നി കോടതിയിലും കൊല്ലം വിജിലൻസ് കോടതിയിലും 2 സ്ഥലത്തും അപേക്ഷ കൊടുത്തു. മറ്റുള്ള കേസുകളൊന്നും, ക്രിമിനൽ കേസുകളൊന്നും അന്വേഷിക്കുന്നില്ല, മോഷണമൊന്നും. ഇതിൽ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളനുസരിച്ച് അന്തർദേശീയ തലത്തിലുള്ള ബന്ധങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വലിയ തോതിൽ സാമ്പത്തിക ഇടപാട് നടന്നിരിക്കുന്നു, മണി ലോണ്ടറിങ് നടന്നിരിക്കുന്നു എന്ന് EDക്ക് ബോധ്യമായപ്പോഴാണ് ED അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് 2 കോടതികളെ സമീപിച്ചത്. എന്തായിരുന്നു ആ കോടതികളിൽ സംസ്ഥാനത്തെ പ്രോസിക്യൂഷൻ എടുത്ത നിലപാട്? എത്ര മ്ലേച്ഛമായ നിലപാടാണ് കൊല്ലം കോടതിയിൽ അവർ പറഞ്ഞത്. ഒരു കാരണവശാലും ഇതിൻ്റെ FIR കൊടുക്കില്ല, ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഒന്നും തന്നെ നൽകില്ല എന്ന് പരസ്യമായ നിലപാടെടുത്താൽ സർക്കാരിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമല്ലേ? വളരെ വ്യക്തമാണ്. ഹൈക്കോടതി ചോദിക്കുന്നു, ഉന്നതന്മാരെവിടെ? എന്തുകൊണ്ടാണ് അവരിലേക്ക് അന്വേഷണം പോവാത്തത്? ഹൈക്കോടതി ഇത്രയും ചോദിക്കുമ്പോഴും ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല പറയുന്നത് എനിക്ക് യാതൊരു അവിശ്വാസവും ഇല്ല എന്നാണ്. ഞാൻ ആ പക്ഷത്തോട് യോജിക്കുന്നില്ല. കാരണം വലിയ സമ്മർദ്ദങ്ങളുണ്ട്, IPS തലത്തിൽ വലിയ ഉന്നതന്മാരായിട്ടുള്ള ആളുകളുടെ ഇടപെടലുണ്ട്, രാഷ്ട്രീയമായ ഇടപെടലുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ, അതൊരു രാഷ്ട്രീയ ആരോപണത്തിനപ്പുറം എന്തെങ്കിലും ഒരു തെളിവ് കൈവശം ഉണ്ടായിട്ടാണോ താങ്കൾ അങ്ങനെ ആരോപണം നടത്തുന്നത്? അതായത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മേൽ പോലീസ് നിയന്ത്രണം അല്ലെങ്കിൽ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണം ഉണ്ട് എന്ന് താങ്കൾ പറയുമ്പോൾ എന്തടിസ്ഥാനത്തിലാണ് താങ്കൾ ഇത് പറയുന്നത്? അല്ല, എന്താണ് SK? താങ്കൾ സാമാന്യ വിവേകമുള്ള ആർക്കും മനസ്സിലാവില്ല. ഹൈക്കോടതി എന്ത് അടിസ്ഥാനത്തിലാണ് ചോദിച്ചത്? ഞാൻ ജനങ്ങളുടെ പക്ഷത്താണ് ചോദിച്ചത്. ഹൈക്കോടതി എന്ത് അടിസ്ഥാനത്തിലാണ് ചോദിച്ചത്? ഞാൻ ചോദിക്കട്ടെ, കടകംപള്ളി സുരേന്ദ്രനെ ഒന്ന് ചോദ്യം ചെയ്യാൻ ഈ സർക്കാർ എന്തുകൊണ്ട്, അന്വേഷണ സംഘം എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരിക്കുമ്പോഴാണല്ലോ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അവർ 2 പേരും പാർട്ടിക്കാരാണല്ലോ, പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്യുന്നവരാണല്ലോ. പാർട്ടിയുടെ MLA ആയിരുന്ന ഒരാളും പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരാളും എല്ലാ ഘടകങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയുള്ള 2 പേർ ജയിലിൽ കിടക്കുമ്പോഴും എങ്ങനെയാണ് ഈ ചോദ്യം ഉന്നത ബന്ധം ഇല്ല എന്ന് പറയാൻ സാധിക്കുന്നത്? എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രനെ ഇന്ന് വിളിച്ച് ചോദിക്കാൻ തയ്യാറാവാത്തത്? എങ്ങനെയാണ് 2ാം തവണയും ഈ ദ്വാരകപാലക ശില്പങ്ങൾ, ഈ വിവരങ്ങളെല്ലാം വിജിലൻസിന് അറിഞ്ഞിട്ടും 2ാം തവണയും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ കൊടുത്തയക്കുന്നത്? 40 വർഷത്തെ വാറണ്ടി കാർഡ് എങ്ങനെയാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്? ഇദ്ദേഹം ആരാണ്? ഇവിടെ ഇപ്പോൾ ആലുക്കാസ് ജ്വല്ലറിയെയോ ഭീമ ജ്വല്ലറിയെയോ അല്ലെങ്കിൽ മലബാർ ഗോൾഡിനെയോ ഒക്കെ ഏൽപ്പിച്ചാൽ പോലും ആരും പരാതി പറയില്ലായിരുന്നു. അവർക്കെല്ലാം ഇതിൽ പരിചയമുള്ള ആൾക്കാരാണ്. സ്വർണത്തിൻ്റെ എന്ത് വൈദഗ്ധ്യമാണ് ഇക്കാര്യത്തിൽ പോറ്റിക്കുള്ളത്? പോറ്റി എങ്ങനെയാണ് അവിടെ സ്വാധീനം ഉറപ്പിച്ചത്? പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ നടന്ന വിശദമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ, അതുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ എന്തുകൊണ്ട് അന്വേഷിക്കാൻ പാടില്ല തോന്നുന്നത്? അന്വേഷിക്കേണ്ടതല്ലേ? അപ്പോൾ അത് ഇതിനെന്തെങ്കിലും പ്രത്യേകിച്ച് തെളിവുകൾ ഹാജരാക്കേണ്ടതുണ്ടോ? SITക്ക് ഈ കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഇത്രയും ദിവസം ഇന്ന് അറസ്റ്റ് ചെയ്ത ആളെ ഇത്രയും ദിവസം എന്തിനാണ് വൈകിയത്? ഹൈക്കോടതി ചോദിച്ചില്ലേ? ഹൈക്കോടതി മുഖത്തടിച്ചപ്പോഴല്ലേ ഇന്ന് അറസ്റ്റ് നടന്നത്? അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള വസ്തുതകളല്ലേ? ഞാൻ താങ്കളിലേക്ക് വരാം.
ശ്രീ എം എൻ കാരശ്ശേരി കൂടി നമുക്കൊപ്പം ചേരുന്നു. അദ്ദേഹം സാംസ്കാരിക നായകനാണ്, അധ്യാപകനാണ്, സാമൂഹിക നിരീക്ഷകൻ. കാരശ്ശേരി മാഷെ നമസ്കാരം. മാഷെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസികൾക്ക് ഇതുവരെ വന്ന കാര്യങ്ങൾ അനുസരിച്ച് തന്നെ വിശ്വാസികൾക്ക് വല്ലാതെ മുറിവേറ്റു എന്ന കാര്യത്തിൽ സംശയമില്ല. എൻ്റെ ആകാശവാണി ജീവിതത്തെക്കുറിച്ച് തീർച്ചയായിട്ടും കാരശ്ശേരി മാഷിന് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. ആ കാലത്ത് ഈ മകരവിളക്ക് മഹോത്സവത്തിൻ്റെ കമൻട്രികളൊക്കെ നൽകാനൊക്കെ ഞാൻ അതിൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ശബരിമലയിൽ പലപ്പോഴും താമസിച്ചിട്ടുണ്ട്. ശബരിമലയിൽ നടക്കുന്ന പല കാര്യങ്ങളും അന്നൊക്കെ നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ നാട്ടിലെ സാധാരണ വിശ്വാസികൾ അറിയുന്നുണ്ടായിരുന്നില്ല. കോടതി, ദേവസ്വം ബെഞ്ചും അല്ലാതെ കോടതിയൊക്കെ പലപ്പോഴും, ഹൈക്കോടതി പ്രത്യേകിച്ചും, ഇടപെടാൻ തുടങ്ങുകയും ശബരിമല കമ്മീഷൻ വയ്ക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഈ ശബരിമലയിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു അറുതി വന്നത്. പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ വിശ്വാസികൾ വല്ലാതെ അമ്പരന്ന് പോയിട്ടുണ്ട്, അവർക്ക് മുറിവേറ്റിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഒരു ഒരു മൂല്യച്യുതിയുടെ ഭാഗം മാത്രമല്ല, മോഷ്ടാക്കളുടെ എണ്ണം ശബരിമലയുടെ ഉച്ചിയിലേക്ക് കടന്നു കയറി എന്ന് സൂചന നൽകുന്ന കാര്യങ്ങളാണ് നമുക്കറിയുന്നത്. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇതുവരെയും അനാവരണം ചെയ്യപ്പെടാതെ പോയത് എന്നുള്ള കാര്യവും നമ്മളെ ഇന്ന് ആശങ്കപ്പെടുന്നുണ്ട്. മാഷ്. SK, എനിക്ക് ആദ്യം പറയാനുള്ളത് ദൈവത്തിൻ്റെ ഒരു കഷ്ടകാലം എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ വളരെ വൈകിയാണ് അറിയുന്നത്. ഈ കൂട്ടത്തിൽ എനിക്ക് വേറെ പ്രധാനപ്പെട്ടത് എന്ന് ഞാൻ വിചാരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഹിന്ദു ദേവാലയങ്ങളെ പറ്റിയാണ്. ഇവിടെ വേറെയും ദേവാലയങ്ങളുണ്ട്. ഇപ്പോൾ മുസ്ലിം ദേവാലയങ്ങളൊക്കെ നോക്കുന്നത് വഖഫ് ബോർഡാണ്. പല വഖഫ് ബോർഡിനെ പറ്റിയും ഇത്തരത്തിലുള്ള വലുതോ ചെറുതോ ആയ ആരോപണങ്ങളുണ്ട്. പല മഹല്ലുകളിലും, ക്രിസ്ത്യാനികളെ ഇടവക എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മഹല്ല് എന്ന് പറയാം, പല മഹല്ലുകളും തർക്കങ്ങളും കേസുകളുണ്ട്. ഇതുപോലെ ഇടവകയിൽ ഈ പ്രശ്നമുണ്ട്. അതായത് ബിഷപ്പുമാർ സ്വന്തം സ്വത്ത് മാതിരി ഇടവകയിലെ കുഞ്ഞാടുകളുടെ, വിശ്വാസികളുടെ, അൽമായന്മാരുടെ അറിവോ അനുവാദമോ ഇല്ലാതെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ള പരാതിയുണ്ട്. ഈ പരാതി ഈ ചർച്ചിലെ ക്രിസ്ത്യൻ ദേവാലയങ്ങളിലെ പരാതികൾ പരിഹരിക്കാനും കൂടി വേണ്ടിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലോ റിഫോംസ് കമ്മീഷൻ ഉണ്ടായിരുന്നു. ജസ്റ്റിസ് KT തോമസ് ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. അവരൊരു ചർച്ച് ആക്ട് ഉണ്ടാക്കി. അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2019 സമർപ്പിച്ചതാണ് കേരള ഗവൺമെൻറ്റിന്. ആ ചർച്ച് ആക്ടിനെ പറ്റി പിന്നെ നമ്മളൊന്നും അറിയുന്നില്ല. പല ഇടവകയിൽ ഇത്തരം തർക്കങ്ങളുണ്ട്. അപ്പോൾ ചർച്ച് ആക്ട്, അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ, വാർത്ത വന്നതനുസരിച്ചാണെങ്കിൽ, ഇത്തരത്തിലുള്ള സാമ്പത്തികമായ ദുരുപയോഗങ്ങൾക്കും അവരുടെ ഭരണത്തിലെ സ്വേച്ഛാധിപത്യത്തിനെതിരായി പല നിയന്ത്രണങ്ങളും ചർച്ച് ആക്ടിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിപ്പോൾ കണ്ടിട്ടല്ല, അതിനെപ്പറ്റി അറിയുന്ന പലരും പറഞ്ഞു കേട്ടിട്ടും ഫേസ്ബുക്കിലൊക്കെ കണ്ട കാര്യങ്ങളാണ്. വഖഫ് ബോർഡിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു നല്ല നിലപാടെടുത്തിരുന്നു. വഖഫ് ബോർഡിൻ്റെ നിയമനം PSCക്ക് വിടാം എന്ന്. വളരെ നല്ലൊരു നിലപാടായിരുന്നു. കാരണം അവിടെ തന്നിഷ്ടം നടക്കുകയാണ്, സ്വജനപക്ഷപാതം നടക്കുകയാണ്, അഴിമതിയുണ്ട് എന്ന് നാനാഭാഗത്തുനിന്നും പരാതിയുണ്ട്. അത് സമസ്തയിലെ ചില പണ്ഡിതന്മാർ പ്രസ്താവന ഉൾപ്പെടുകയും മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിക്കുകയും നേരിൽ കാണുകയൊക്കെ ചെയ്തിട്ട് അത് ഗവൺമെൻറ് അതിന് പിന്നാക്കം പോയി. അപ്പം എനിക്ക് പറയാൻ തോന്നുന്നത് എന്താ വെച്ചാൽ, ഈ മുസ്ലിം ദേവാലയങ്ങളെ സംബന്ധിച്ചും ക്രിസ്ത്യൻ ദേവാലയങ്ങളെ സംബന്ധിച്ചും ഹിന്ദു ദേവാലയങ്ങളെ സംബന്ധിച്ചും സമഗ്രമായി, അതായത് അവിടുത്തെ ഇപ്പോൾ മുസ്ലിം പള്ളിയിലാണെങ്കിൽ മുത്തവല്ലി, മറ്റിടത്താണെങ്കിൽ ബിഷപ്പ്, അല്ലെങ്കിൽ ഇമാമ്, അല്ലെങ്കിൽ തന്ത്രി, ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ടല്ലോ. ഇതിനെയൊക്കെ സമഗ്രമായി അന്വേഷിക്കുന്ന, അതിന് ഉത്തരവാദിത്തമുള്ള, കഴിയുന്ന വേഗം അതിൻ്റെ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു കമ്മീഷനെ കേരള ഗവൺമെൻറ് നിയമിക്കണം. പക്ഷേ അതിനിടയിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കേരളത്തിൽ ഇരുന്നാണ് സംസാരിക്കുന്നത്. അതായത് ഈശ്വരൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ചില അന്വേഷണങ്ങളോട് അവർ പൊരുത്തപ്പെടും എന്ന് അങ്ങ് കരുതുന്നുണ്ടോ ഇത്രയും കാലത്തെ അനുഭവം വെച്ച് നോക്കുമ്പോൾ? തീർച്ചയായിട്ടും. എന്താ കാരണം എന്ന് വിചാരിച്ചാൽ, ഈ LDFും UDFും BJPയും അതിൽ ഒന്നിക്കണമെന്ന് ഞാൻ പറയുന്നത്. കാരണം ദേവാലയങ്ങൾ ഒരു കൂട്ടർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട്. അവിടെയൊക്കെ പല തരത്തിലുള്ള സ്വജനപക്ഷപാതവും അഴിമതിയും ക്രമക്കേടും നടക്കുന്നുണ്ട്. അതിപ്പോൾ എനിക്കറിയുന്ന നേരിട്ട് അറിയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി എനിക്ക് തെളിവില്ലാത്തതുകൊണ്ട് ഈ ചർച്ചയിൽ പറയാൻ പറ്റില്ല. പക്ഷെ ആരോപണങ്ങളുണ്ട് എന്നുള്ളത് ആരും നിഷേധിക്കില്ല. ഈ ചർച്ച കേൾക്കുന്ന ക്രിസ്തുമത വിശ്വാസികളും ഇസ്ലാം മത വിശ്വാസികളൊക്കെ വഖഫ് ബോർഡിനെ പറ്റിയും ചർച്ച്
സമ്പത്തിനെ പറ്റിയൊക്കെ ഇത്തരം പരാതികളും ആരോപണങ്ങളും ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും സമ്മതിക്കും. അതും കൂടി ഈ കൂടെ ചർച്ച ചെയ്യണം. കാരണം സംസ്ഥാന ഗവൺമെൻറ് ഒരു കമ്മീഷനെ വെച്ചാൽ അതിനോട് എല്ലാ പാർട്ടികളും എല്ലാ വിശ്വാസികളും യോജിക്കണം. ആ തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി കഴിയുന്ന വേഗം അതൊരു അന്വേഷണം നടത്തിയിട്ട് ഈ എല്ലാ ദൈവങ്ങളെയും ഈ കഷ്ടകാലത്ത് രക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, മാഷ് പറയുന്നത് ശരിക്കും നമുക്ക് വേറൊരു വിഷയമായി ചർച്ച ചെയ്യേണ്ടതാണ്. ഞാൻ എൻ്റെ പ്രാധാന്യം കുറച്ച് കാണുന്നില്ല. എന്നിരുന്നാലും ഇനി ഞാൻ വീണ്ടും എം സ്വരാജിലേക്കാണ് മടങ്ങി വരുന്നത്. സ്വരാജ്, യഥാർത്ഥത്തിൽ SITയുടെ അന്വേഷണം സ്വതന്ത്രമായി നടക്കുന്നില്ല, ചില സമ്മർദ്ദങ്ങളും ഇടപെടലുകളും ഒക്കെ ഉണ്ടെന്നുള്ള രീതിയിലാണ് കെ സുരേന്ദ്രൻ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്. തീർച്ചയായിട്ടും അതിനകത്ത് താങ്കൾക്ക് നിശ്ചിതമായ ചില അഭിപ്രായങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ചെറിയൊരു ഇടവേള എടുക്കേണ്ടതുണ്ട്. ഇടവേള കഴിഞ്ഞാൽ വേഗം എം സ്വരാജിലേക്ക് ഞാൻ മടങ്ങി വരും. ബ്രേക്ക്. സ്പെഷ്യൽ എൻകൗണ്ടർ തുടരുകയാണ്. എം സ്വരാജിലേക്കാണ് ഞാൻ വരുന്നത്. സ്വരാജ്, തീർച്ചയായിട്ടും BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റിൻ്റെ ആരോപണം അത് ഇത്തിരി കനത്ത ആരോപണമാണ്. തീർച്ചയായിട്ടും ഈ SITയുടെ മുകളിൽ സമ്മർദ്ദമുണ്ട്. പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാരുടെ പേരുകൾ വന്നിട്ടും അവരെ ചോദ്യം ചെയ്യാൻ SIT തയ്യാറായില്ല. ഇങ്ങനെ പോകുന്നു അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ. പാർട്ടിക്ക് ഈ കാര്യത്തിലുള്ള നിലപാടെന്താണ്? ദൈവത്തിൻ്റെ ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടുത്തുന്ന ആൾക്കാരെ കയ്യാമം വയ്ക്കാൻ പാർട്ടി മടിക്കില്ല എന്ന രീതിയിലുള്ള പ്രസ്താവന പാർട്ടി സെക്രട്ടറി നേരത്തെയും വന്നിട്ടുണ്ട്. നിലപാട് പറഞ്ഞത് തന്നെ അത് ആദ്യവും ഞാൻ പരാമർശിച്ചതാണ്, ആവർത്തിക്കുന്നില്ല. ഇതിലൊരു പ്രശ്നം, നമ്മളിപ്പോൾ കേരളത്തിൽ ഉയർന്നു വരുന്ന ഏത് വിഷയവും പ്രത്യേകിച്ചും സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തോടെ സമീപിച്ചാൽ നമുക്ക് പല വ്യാഖ്യാനങ്ങളും ചമയ്ക്കാൻ പറ്റും. അത്തരത്തിലുള്ള ചർച്ച സത്യത്തിൽ നമ്മുടെ സമൂഹത്തിന് ഗുണകരമാണോ എന്ന് ചിന്തിക്കണം. അതുകൊണ്ട് എന്താണ് നേട്ടമെന്ന് അദ്ദേഹം ഇവിടെ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ ഞാൻ ആ ഒരു നിലയിൽ എടുക്കുന്നില്ല. എങ്കിലും സ്വരാജ്, ഞാൻ അതിനിടയിൽ താങ്കൾ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് പറഞ്ഞത്. കാരണം ഈ അന്വേഷണം കൊണ്ട് ചില നിരപരാധികളും ചിലപ്പോൾ സമ്മർദ്ദത്തിൽ വിട്ടുപോകും. ഞങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളൊക്കെ തന്നെ ഒരുപാട് വാർത്തകൾ കൊടുക്കുമ്പോൾ ഞാൻ തന്നെ ചിലപ്പോഴൊക്കെ ആലോചിച്ചിട്ടുണ്ട്. കാര്യം നിരപരാധികൾക്ക് ചിലപ്പോൾ അവരുടെ സത്യസന്ധത ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോകും ഈ ആൾക്കൂട്ടത്തിൻ്റെ ആക്രോശം വരുമ്പോൾ. അപ്പോൾ ഇന്ന് തന്നെ യഥാർത്ഥത്തിൽ വിജയകുമാർ എന്ന് പറയുന്ന മുൻ ദേവസ്വം ബോർഡ് അംഗം ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ സറണ്ടർ ചെയ്യുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സറണ്ടർ ചെയ്യുമ്പോൾ അദ്ദേഹം വല്ലാത്ത സമ്മർദ്ദത്തിൽപ്പെട്ടു. ഞാൻ എന്തിനാണ് ഈ ജീവിക്കുന്നത് എന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ അദ്ദേഹം മക്കളോടുമൊക്കെ ചോദിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇതിനകത്ത് കുറ്റവാളിയാണോ അല്ലയോ എന്ന് അന്വേഷണ സംഘമാണ് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു നിരപരാധി അപകടത്തിൽപ്പെട്ടു പോകേണ്ട സാഹചര്യം ഈ അന്വേഷണത്തിനിടയിൽ ഉണ്ടാകുമോ എന്ന ഭയം ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാകാം. ഞാൻ അതിലേക്ക് വരാം. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു ശബരിമലയെ സംബന്ധിച്ച് CPM എന്തോ തെറ്റുപറ്റി സമ്മതിച്ചു എന്നൊക്കെ. ഞാൻ അറിഞ്ഞിട്ടില്ല, അതൊക്കെ ഊഹാപോഹങ്ങളാണ്. അദ്ദേഹം അത് ശരിക്കും വിശ്വസിച്ച് പറയുന്നതാണെങ്കിൽ അതൊരു തെറ്റിദ്ധാരണയാണ്. പിന്നെ ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചു എന്നൊന്നും പറയരുത്. ഒരു രാഷ്ട്രീയ ആരോപണം എന്ന നിലയിൽ ആരെങ്കിലും പറയട്ടെ, പക്ഷേ ഉത്തരവാദിത്വമുള്ള മുതിർന്ന നേതാക്കന്മാർ അങ്ങനെ പറയാമോ? കേരളത്തിലെ അറിയപ്പെടുന്ന പ്രശസ്തമായ ഒരു ആരാധനാലയം തകർക്കാൻ ആരാണ് ശ്രമിക്കുക? നിങ്ങൾ ശബരിമലയുടെ തന്നെ ചരിത്രം നോക്കൂ. ശബരിമല ഇന്ന് കാണും വിധം ദേശീയ പ്രശസ്തമായ ഒരു ആരാധനാലയമായി മാറിയതെന്നാണ്. നമ്മൾ ആ ചരിത്രമൊന്നും മറക്കരുത്. 1967 ശബരിമല ക്ഷേത്രത്തിലെ ജീവനക്കാർക്ക്, ശാന്തിക്കാർക്കും ഒക്കെ ശമ്പളം മുടങ്ങിയ കാലം ഉണ്ടായിരുന്നു. ദേവസ്വം ജീവനക്കാർക്കൊക്കെ ശമ്പളം മുടങ്ങിപ്പോയ കാലം, അങ്ങനെ ഒരു കാലമുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. 67 നിലവിൽ വന്ന സഖാവ് PK ചന്ദ്രാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള ബോർഡാണ് ശബരിമലയെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേകമായ ഒരു ക്യാമ്പയിൻ നേതൃത്വം കൊടുത്തു. അതാണ് അയ്യപ്പ ജ്യോതി പ്രയാണം. അയ്യപ്പ ജ്യോതി പ്രയാണം, നിങ്ങൾ ആ ചരിത്രം മനസ്സിലാക്കണം. തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ആന്ധ്രയിലെയും എല്ലാം ഗ്രാമങ്ങളിലൂടെ അയ്യപ്പ ജ്യോതി ഒരു പ്രയാണം നടത്തി. ആ സംസ്ഥാനങ്ങളിലെ പത്രങ്ങളിൽ ശബരിമലയെക്കുറിച്ച് നിരന്തരം വാർത്തകൾ വന്നു. അവിടുത്തെ ജനങ്ങൾ, വിശ്വാസികൾ, ഭക്തർ ഇതിനെ ആദരപൂർവ്വം സ്വീകരിച്ചു. 1967 മുൻപ് ഏകദേശം 2 ലക്ഷമൊക്കെ ആയിരുന്നു അത്രേ ശബരിമലയിൽ വരുന്ന വിശ്വാസികളുടെ, ഭക്തരുടെ എണ്ണം. മുഖ്യമായും കേരളത്തിൽ നിന്ന് മാത്രമായിരുന്നു. എന്നാൽ 67 ഈ അയ്യപ്പ ജ്യോതി പ്രയാണത്തിലൂടെ കൈവന്ന പ്രചാരണമാണ്, പ്രശസ്തിയാണ് പിന്നീട് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വൻതോതിൽ ഭക്തജനങ്ങളെ ആകർഷിച്ചത്. ഇപ്പം ചില ദിവസങ്ങളിൽ 1 ലക്ഷത്തിനടുത്ത് വരെ ആളുകൾ വരുന്നു എന്നല്ലേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചു എന്നല്ല, ശബരിമലയെ ഈ കാണുന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത്, ശബരിമലയെ ദേശീയ പ്രശസ്തിയുള്ള ദേവാലയമാക്കി മാറ്റിയത് ഇടതുപക്ഷം നേതൃത്വം കൊടുക്കുന്ന ദേവസ്വം ബോർഡാണ്. സഖാവ് PK ചന്ദ്രാനന്ദൻ്റെ നേതൃത്വത്തിലാണ്. അയ്യപ്പ ജ്യോതി പ്രയാണത്തിൻ്റെ ചരിത്രമുണ്ട്. അപ്പം നമ്മൾ
രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടി ചരിത്രത്തെ തമസ്കരിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ എനിക്ക് വലിയ വിയോജിപ്പുള്ള മറ്റൊരു കാര്യം, ഇവിടെ മുൻ ദേവസ്വം മന്ത്രിയുടെ കാര്യം പറഞ്ഞു. കടകംപള്ളിയിലേക്ക് എന്തുകൊണ്ട് എത്തുന്നില്ല അദ്ദേഹം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിൻ്റെ പിന്നിൽ രാഷ്ട്രീയ താല്പര്യം മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ ആരെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം എന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹത്തിനെതിരെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഒരാരോപണം ഉന്നയിച്ചു. അദ്ദേഹം അത് കോടതിയിൽ ചോദ്യം ചെയ്തു, മാനനഷ്ട കേസ് കൊടുത്തു. മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഞാനത് കോടതിയിൽ പറഞ്ഞുകൊള്ളാം എന്നാണ് പറയുന്നത്. അതൊരു നല്ല മറുപടിയാണ്. പക്ഷെ അദ്ദേഹം കോടതിയിൽ പറയുന്നില്ല. ഒരു തുണ്ടു കടലാസ് പോലും കോടതിയിൽ കൊടുത്തിട്ടില്ല കടകംപള്ളിക്കെതിരെ. കോടതി ഇപ്പോൾ കേസ് അടുത്ത 5-ാം തീയതിയിലേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ്. എത്ര അവധി കഴിഞ്ഞു? ഒരു വാക്കുകൊണ്ടുപോലും തെളിവ് കൊടുക്കുന്നില്ല. ഒരു തുണ്ടു കടലാസില്ല, ഒന്നുമില്ല. പുറത്ത് ചോദിക്കുമ്പോൾ പറയാണ് ഞാൻ കോടതിയിൽ പറഞ്ഞോളാം എന്ന് പറയാണ്. ഇങ്ങനെയൊക്കെയാണോ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത്, പ്രശ്നങ്ങളെ സമീപിക്കേണ്ടത് എന്നതാണ്. അന്വേഷണം ശരിയായ പാതയിൽ മുൻപോട്ട് പോകുന്നു. നിയമസഭയിൽ SIT എതിർത്തവർക്ക് പോലും ഇപ്പോൾ അത് സ്വീകാര്യമായി മാറി. ഹൈക്കോടതിയുടെ മേൽനോട്ടമുണ്ട്, നിരീക്ഷണമുണ്ട്. അത് അതിൻ്റെതായ വഴിയിൽ പോട്ടെ. ആരൊക്കെയാണോ കുറ്റം ചെയ്തിട്ടുള്ളത് അവരൊക്കെ ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി നിയമ നടപടികളെ നേരിടട്ടെ. അങ്ങനെയല്ലേ നമ്മളെല്ലാവരും പറയേണ്ടത്? നമുക്കിഷ്ടമില്ല എന്നുള്ളതുകൊണ്ട് ഒരാളെ പിടിച്ചകത്തിടണമെന്ന് പറയാൻ പാടുണ്ടോ? ദേവസ്വം ബോർഡിൻ്റെയോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെയോ ദൈനംദിന കാര്യങ്ങൾ മുഴുവൻ മന്ത്രി ഇടപെട്ട് നടത്തുന്നതാണോ? ഇതൊന്നും പറയുന്നത് ശരിയായ ഒരു സമീപനമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. നമുക്കിഷ്ടമില്ലാത്തവരെ കുറിച്ച് ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുക എന്നതുപോലും ശരിയായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമല്ല. അതോടൊപ്പം സ്വരാജ്, ഒരു കാര്യം കൂടി, അതായത് കെ സുരേന്ദ്രൻ അദ്ദേഹം സംസാരിക്കുന്നതിനിടെ പറഞ്ഞൊരു കാര്യം താങ്കളുടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവും. അതായത് ED ഈ കേസിൽ അന്വേഷണം നടത്താൻ തീരുമാനിച്ചപ്പോൾ സംസ്ഥാന സർക്കാരും പ്രോസിക്യൂഷനും അതിന് കോടതിയിൽ പോലും എതിരി നിന്നു. അവസാനം കോടതി ഇടപെട്ടാണ് EDയെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചത് എന്ന രീതിയിലുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു. അത് യാഥാർത്ഥ്യമാണ് താനും. അപ്പോൾ ഇതിൽ ശരിക്കും EDയുടെ അന്വേഷണത്തെ സംസ്ഥാന സർക്കാർ ഭയപ്പെടുന്നുണ്ടോ? ഞാനതിലേക്ക് വരാം. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഹൈക്കോടതിയുടെ പരാമർശത്തെക്കുറിച്ച് പറഞ്ഞു. ഹൈക്കോടതി 2-അംഗ ബെഞ്ചാണ് ഈ SITയുടെ അന്വേഷണത്തെ നിരീക്ഷിക്കുന്നത്. എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും സീൽഡ് കവറിൽ അന്വേഷണ പുരോഗതി കോടതിയിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കോടതി ഇന്നുവരെ അന്വേഷണത്തെക്കുറിച്ച് ഒരു അതൃപ്തിയും രേഖപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം ഇവിടെ പറഞ്ഞത് മറ്റൊരു ബെഞ്ചാണ്. അത് ജാമ്യാപേക്ഷ പരിഗണിച്ച സിംഗിൾ ബെഞ്ചിന്റെ പരാമർശമാണ്. കോടതിയുടെ കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ഒരു കടന്ന് ഒന്നും പറയുന്നില്ല. സിംഗിൾ ബെഞ്ചിന്റെ സത്യത്തിലുള്ള പരാമർശം ഡിവിഷൻ ബെഞ്ചിനെതിരെയാണോ എന്നൊക്കെ നിയമവിദഗ്ധർ തന്നെ ആശങ്കപ്പെടുന്നുണ്ട്. അത് മറ്റൊരു പ്രശ്നമാണ്. ഞാൻ പറയുന്നത് SITയുടെ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരർത്ഥത്തിൽ, അല്ലെങ്കിൽ അതിനെ നിരീക്ഷിക്കുന്ന, 2 ആഴ്ച കൂടുമ്പോൾ കൃത്യമായി റിപ്പോർട്ട് പരിശോധിക്കുന്ന ഹൈക്കോടതി 2-അംഗ ബെഞ്ച് ഇതുവരെ അന്വേഷണത്തെ സംബന്ധിച്ച് ഒരു അതൃപ്തിയും രേഖപ്പെടുത്തിയിട്ടില്ല. പ്രതിപക്ഷത്തിന്റെ കൂടി പിന്തുണ ഇപ്പോൾ ഈ അന്വേഷണം, പിന്തുണ എന്ന വാക്ക് വേണമെങ്കിൽ നമുക്ക് മാറ്റാം, സ്വീകാര്യത ഈ അന്വേഷണത്തിന് വന്നിട്ടുണ്ട്. പിന്നെ പോറ്റിയെക്കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു. പോറ്റി ശബരിമലയിൽ വരുന്നത് 2004-ലല്ലേ? ഇതിൻ്റെ ഒക്കെ രാഷ്ട്രീയ ബന്ധത്തിലേക്ക് ഞാൻ പോകാത്തത് എനിക്ക് പറയാൻ അറിയാത്തതുകൊണ്ടല്ല. നമ്മൾ അങ്ങനെയൊക്കെ പോയി പറഞ്ഞ് ചെറുതാവണോ എന്നുകൊണ്ടാണ്. ഇപ്പോൾ ഇവരൊക്കെ പറയുന്നത് പോറ്റിയുമായിട്ടുള്ള ബന്ധം എന്നൊക്കെയാണ്. പോറ്റിയുമായിട്ട് UPA അധ്യക്ഷയുടെ കയ്യിൽ ചരടാണോ സ്വർണ്ണം, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, പോട്ടെ. പലതവണ സന്ദർശിക്കാനും ഒക്കെ എടുത്ത അത് വെച്ച് ഏതൊക്കെ രാഷ്ട്രീയ ആരോപണങ്ങളിലേക്ക് എനിക്ക് വേണമെങ്കിൽ പോവാം. ഞാൻ പറയുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആരോപണങ്ങൾ ചരിത്രത്തിൽ ആരോപണം മാത്രമാണ്. അന്വേഷണ സംഘം ശരിയായ ദിശയിൽ പോകുന്നു, കോടതി നിരീക്ഷിക്കുന്നു, പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ആ നടപടികളിലേക്ക് മുൻപോട്ട് പോട്ടെ. അതിനെന്തിനാണ് നമ്മൾ തടസ്സം സൃഷ്ടിക്കുന്നത്? LDF ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് മുൻപ് ഇത്തരത്തിലുള്ള സംഭവം സമാനമൊന്നുമല്ല, പക്ഷേ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ മോഷണം ഉണ്ടായില്ലേ? പ്രതിയെ പിടിച്ചില്ലേ? പ്രതിയുടെ രാഷ്ട്രീയം ഞാനിവിടെ പറയാത്തത് ബോധപൂർവമാണ്. അങ്ങനെ രാഷ്ട്രീയം പറഞ്ഞിട്ട് മേനി നടിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്നുള്ളതുകൊണ്ടാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാല മോഷണം പോയില്ലേ? അന്ന് UDF ഭരണമായിരുന്നില്ലേ? അപ്പോൾ പിടിക്കാൻ സാധിച്ചോ? ഇതൊക്കെ ഇങ്ങനെ ആരോപണം ഉന്നയിക്കാൻ തുടങ്ങിയാൽ ആരുന്നയിക്കുന്നതിനേക്കാൾ നല്ല കനമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും. പക്ഷെ നമ്മൾ കാണേണ്ടത് ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികൾ ഏറെ പ്രധാനമായി കരുതുന്ന ഒരു ആരാധനാലയത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വിഷയം വന്നിരിക്കുന്നു. ഇപ്പോൾ കുറ്റമറ്റ അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണം മുൻപോട്ട് പോകട്ടെ. പിന്നെ ED ആണെങ്കിലും CBI ആണെങ്കിലും അവരുടെ കൺവിക്ഷൻ റേറ്റും അവരുടെ ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡും പരിശോധിച്ചാൽ അങ്ങേക്കും എനിക്കും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്ന ആളുകൾക്കും അത് കേരള പോലീസിന് മുകളിലാണ് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ ആർക്കും സാധിക്കില്ല. കേരള പോലീസിന്റെ കൺവിക്ഷൻ റേറ്റും അന്വേഷണ മികവുമല്ലേ ഈ ഏജൻസികളുടെ ഒക്കെ മുകളിൽ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ പറയട്ടെ, ഇതിൽ ഏതെങ്കിലും ഒരു ഏജൻസിയെ ഭയപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസി വന്നാൽ ആകാശം ഇടിഞ്ഞു വിടുന്ന ഒന്നുമുള്ള ഭയം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്.
ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇടതുപക്ഷ ബന്ധമുള്ളവരുടെ കാര്യമല്ലേ ഈ പറയുന്നത്? കോൺഗ്രസ് ബന്ധമുള്ളവരുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്യാത്തത്. രാഷ്ട്രീയ ബന്ധമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ എല്ലാ ബന്ധവും ചർച്ച ചെയ്യണ്ടേ? ഓക്കെ. ഏതെങ്കിലും ഒരാൾ തെറ്റായ ഒരു കാര്യം ചെയ്താൽ രാഷ്ട്രീയ ബന്ധത്തിന്റെ പേരിൽ സംരക്ഷിക്കപ്പെടില്ല, അവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നിരപരാധികൾ ശിക്ഷിക്കപ്പെടാനും പാടില്ല. അപരാധിയോ നിരപരാധിയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനോ അങ്ങോ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവരോ അല്ല. അത് നിയമ സംവിധാനങ്ങൾക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. നമ്മുടെ നാട് ഇത്തരത്തിലുള്ള കളവുകൾക്കെതിരെ ശരിയായ നിലയിൽ മുൻപോട്ട് പോട്ടെ എന്ന്. അതിനിടയിൽ രാഷ്ട്രീയ കലക്കൊള്ള ഉണ്ടാക്കി മീൻ പിടിക്കാൻ വരുന്നത് ശരിയായൊരു താല്പര്യമല്ല. അതൊരു നല്ല രാഷ്ട്രീയം. ഞാൻ സ്വരാജിലേക്ക് വരാം. ശ്രീ കെ സുരേന്ദ്രൻ, സ്വരാജ് അവകാശപ്പെടുന്ന ഒരു കാര്യം, ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്, ഏത് ഏജൻസിയും അന്വേഷിക്കട്ടെ, ഇ ഡി, താങ്കൾ ഇ ഡിയെ ഭയപ്പെടുന്നു എന്ന രീതിയിലാണല്ലോ പറഞ്ഞത്, ഇ ഡി എതിർത്തിരുന്നുവെന്ന്. അപ്പോൾ ഈ CPM അല്ലെങ്കിൽ LDFൻ്റെ കൈകൾ ശുദ്ധമാണ് എന്നൊരു അവകാശപ്പെടുമ്പോൾ NDA സഖ്യത്തിന് എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ച് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചില റിഫ്ലക്ഷൻ വന്നു എന്നുള്ള കാര്യം ഞാൻ പറയുമ്പോഴും ശബരിമല കൊള്ളയിൽ CPMനെ നേരിട്ട് ബന്ധപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങൾ ഉണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? SKN വളരെ ലോജിക്കലായിട്ടുള്ള ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിന് ഒരു മറുപടിയും എവിടെയും വന്നില്ല. ഞാൻ ചോദിച്ചത്, ദേവസ്വം വിജിലൻസിൻ്റെ കയ്യിൽ വർഷങ്ങളായി ഈ വിവരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം പൂഴ്ത്തിവെച്ചിട്ട് ഹൈക്കോടതി നിർദ്ദേശിച്ച ശബരിമലയുടെ കാര്യങ്ങൾ നോക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ, അദ്ദേഹമാണ് അതിൻ്റെ കമ്മീഷൻ, അദ്ദേഹം നമ്മുടെ ജഡ്ജി, പത്തനംതിട്ട ജില്ലാ ജഡ്ജി, അദ്ദേഹം അവിടെ ചെന്ന് ഇത് കണ്ടെത്തി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുന്ന നിമിഷം വരെ എന്തുകൊണ്ട് സത്യസന്ധതയെക്കുറിച്ചും സർക്കാരിനൊന്നും ഭയപ്പെടാനില്ല എന്ന് പറയുന്നവരും ഈ കാര്യത്തിലൊരു മറുപടി പറയുന്നില്ല? ഈ വിവരങ്ങളെല്ലാം നേരത്തെ അറിയാമായിരുന്നില്ലേ? പോറ്റിയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തതല്ലേ? പോറ്റിയെ ഇവിടെ കയറ്റരുതെന്ന് വരെ ദേവസ്വത്തിൻ്റെ വിജിലൻസ് പറഞ്ഞതാണ്. അതെല്ലാം അവർ കോടതിയിൽ തന്നെ പിന്നീട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കുറ്റകൃത്യം മറച്ചു വെക്കാൻ ഇത്രയും കാലം സർക്കാരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോ തയ്യാറായത്? പിന്നെ എത്ര മനോഹരമായിട്ടാണ് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നത്. രാഷ്ട്രീയമായി ഒരു ബന്ധവുമില്ല. പത്മകുമാർ 32 വയസ്സിൽ MLA ആയ ആളാണ്. CPMൻ്റെ എത്ര വലിയ പദവിയിലിരുന്ന ആളാണ്. പിന്നെ എന്താണ് രാഷ്ട്രീയമില്ലെന്ന് പറയുന്നത്? വാസു ആരാണ്? ശങ്കർദാസ് ആരാണ്? ഇന്ന് പിടിച്ച സതീഷ് ആരാണ്? ഇവരെയൊക്കെ പറ്റി നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും പറഞ്ഞു രാഷ്ട്രീയ ആരോപണമാണ്, ഇവരുടെ ഒന്നും പേരിൽ പ്രശ്നമില്ല. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആദ്യ മൊഴിയിൽ തന്നെ പത്മകുമാറിൻ്റെ അവസ്ഥയെക്കുറിച്ച്. എന്തായിരുന്നു ചോദ്യം? ഇന്ന് കടകംപള്ളിയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും ചോദിക്കുന്ന അതേ ചോദ്യം തന്നെയാണ് അവർ ചോദിച്ചത്. പത്മകുമാർ ചോദിച്ചില്ലേ, ഞാൻ എന്തിനു ഭയപ്പെടണം, ഞാനിതിൽ ആരാണ്? പക്ഷേ എന്താണ് ഈ നീതിപൂർവം എന്ന് പറയുന്ന ഈ SIT എന്തുകൊണ്ട് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു? എന്തുകൊണ്ട് വാസുവിനെ അറസ്റ്റ് ചെയ്തു? എന്തുകൊണ്ട് ശങ്കർദാസിലേക്കും എന്തുകൊണ്ട് കടകംപള്ളിയിലേക്കും? ഏറ്റവും ചുരുങ്ങിയത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പ്രശാന്ത്, അദ്ദേഹമാണല്ലോ ഇത് എടുത്തു കൊടുത്തത്, വീണ്ടും ഇതെടുത്തു കൊടുത്തത്. എല്ലാം അറിഞ്ഞിട്ടും പോറ്റിക്ക് വീണ്ടും ഇതെടുത്തു കൊടുത്തില്ലേ? എന്തുകൊണ്ട് പ്രശാന്തിൻ്റെ അടുത്തേക്ക് അന്വേഷണം എത്തിയില്ല? ഈ ചോദ്യം സ്വാഭാവികമാണ്. വളരെ വേഗത്തിൽ പോയ അന്വേഷണം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് മന്ദഗതിയിലായി എന്നുള്ളത് കേസ് നിരീക്ഷിക്കുന്ന ഒരു കോടതിയിലും പോകേണ്ട ആവശ്യമില്ലാത്ത ഒരു ഏത് മനുഷ്യനും അറിയാം. ഞാൻ അത്രേ പറഞ്ഞിട്ടുള്ളൂ. രാഷ്ട്രീയമായ ആരോപണം ഉണ്ട്, രാഷ്ട്രീയമായ ഒരു ഇവരുടെ കൈകളുണ്ട് ഈ കാര്യത്തിൽ. ഇനി ഇത് ഇവിടെ മാത്രമാണോ? അദ്ദേഹം പറഞ്ഞല്ലോ ശബരിമലയെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ ചെയ്തു, ജ്യോതി നടത്തി. അതേ ജ്യോതി നടത്തിയ ആളുകൾ തന്നെയാണ് ശാസ്താംകോട്ടയിൽ നിന്ന് സ്വർണം പോയിരിക്കുന്നു, വൈക്കത്ത് നിന്ന് സ്വർണം പോയിരിക്കുന്നു, ഇപ്പോൾ ഏറ്റുമാനൂരിനെ കുറിച്ച് തെറ്റായിട്ട് വിവരങ്ങൾ വരുന്നു, ഗുരുവായൂരിലെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകളെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നു, തിരുനെല്ലി മഹാക്ഷേത്രത്തിൽ 8 കോടി രൂപ ദേവസ്വം കയ്യിലുണ്ടായിരുന്ന പണമെടുത്തൊരു CPMൻ്റെ സഹകരണ ആശുപത്രി നിക്ഷേപിച്ചു, ഭക്തന്മാർ കോടതിയിൽ പോയി, ഹൈക്കോടതി ഉത്തരവിട്ടു 6 മാസത്തിനോടെ പണം കൊടുക്കണം, കൊടുത്തില്ല, വീണ്ടും കണ്ടംപ്റ്റ് ഓഫ് കോർട്ടായി, അപ്പോഴും പണം കൊടുത്തില്ല. അപ്പോൾ രാഷ്ട്രീയമായ ബന്ധങ്ങളുണ്ട്, രാഷ്ട്രീയമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്, രാഷ്ട്രീയമായ നേതൃത്വത്തിൻ്റെ ദുരുപയോഗം ഉണ്ടായിട്ടുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ ആരാണ് നിയമിക്കുന്നത്? BJPയോ കോൺഗ്രസോ അല്ലല്ലോ, CPM തന്നെ നിയന്ത്രിച്ചവരല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ഉത്തരം പറയണം. അപ്പോൾ ആ ഉത്തരം ഇല്ലാത്തപ്പോൾ നമ്മളെല്ലാം വളരെ സാമൂഹ്യമായി സംസാരിക്കണം, ആരെ കുറ്റപ്പെടുത്തരുത്. അങ്ങനെയാണോ CPM ചെയ്യുന്നത്? ശ്രീ സുരേന്ദ്രൻ, അതായത് പാർട്ടി എപ്പോഴും എടുക്കുന്ന ഒരു നിലപാട് ഈ ശബരിമല അയ്യപ്പന്റെ സ്വർണം എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെട്ടെ എന്നാണ്. ആ നിലപാടിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? ഒരു തരത്തിലും ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇവരാദ്യം പറഞ്ഞതൊന്നും അല്ല കോടതി അന്വേഷണം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ്. പക്ഷെ അപ്പോഴും ഉന്നതന്മാരിലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല എന്നുള്ള ചോദ്യം കോടതി തന്നെ ചോദിക്കുന്നു.
ഞാൻ ചോദിക്കട്ടെ, ദേവസ്വം മന്ത്രി അറിഞ്ഞിട്ടാണോ ഇതെല്ലാം എന്ന് ചോദിച്ചാൽ ദേവസ്വം മന്ത്രി എന്താ പോറ്റി കാണുന്നത്? എന്ത് ചർച്ച നടത്തിയത് ദേവസ്വം മന്ത്രി പോറ്റിയായിട്ട്? അതെങ്കിലും പറയട്ടെ, ഏത് സന്ദർഭത്തിലാണ് ഇത്ര തവണ ഈ പോറ്റിയുമായിട്ട് ചർച്ച നടത്തിയത്? എന്തായിരുന്നു ആ സന്ദർശനങ്ങളുടെ പൊരുൾ? അതറിയണ്ടേ? അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പ്രശാന്തിന് അറിയില്ലായിരുന്നോ? അറിയാതെയാണോ ഇങ്ങനെ ഒരാൾക്ക് പിന്നെ ഇതെടുത്തു കൊടുത്തത്? അപ്പോൾ ഇതെടുത്തു കൊടുക്കുന്ന ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കോ കഴിഞ്ഞ ദേവസ്വം മന്ത്രിക്കോ ഇപ്പോൾ ജസ്റ്റ് പിന്നെ ഇമ്മീഡിയറ്റ് പാസ്റ്റ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഒന്നും കാര്യങ്ങൾ അറിയില്ല, അവർക്കൊന്നും യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ അതത്ര നിഷ്കളങ്കമായിട്ടുള്ള വാദമാണോ? അത് മലയാളി വിശ്വസിക്കുന്ന വാദമാണോ? അതുകൊണ്ട് ഈ അന്വേഷണം സമഗ്രമായി നടന്നാൽ CPM-ന് നല്ല പരിക്ക് പറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഞങ്ങളുടെ രാഷ്ട്രീയ വിദ്വേഷം വെച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നതല്ല. മറ്റേത് അന്വേഷണത്തെക്കാളും CPIM-ന് കനത്ത പരിക്ക് പറ്റുന്ന ഒരു അന്വേഷണമായിരിക്കും ശരിയായ നിലയിൽ ഇത് നടന്നാൽ. CBIക്ക് വിടാതിരിക്കാൻ പറ്റില്ല. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ ഈ പറഞ്ഞ നിങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച വിദേശ വ്യവസായികളായിട്ട് ബന്ധപ്പെട്ട ആൻറ്റിക് വ്യവസായികളായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടുതൽ തെളിവുകളോടെ പുറത്തു വരികയാണെങ്കിൽ CBI അന്വേഷണം നടത്താതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇവരത് പ്രഖ്യാപിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കും. അപ്പോൾ കോടതി അതിൽ കാത്തിരുന്ന് കാണാം എന്താണ് ഫൈനലായിട്ട്. തീർച്ചയായിട്ടും ശ്രീ സുരേന്ദ്രൻ, ഞാൻ കാരശ്ശേരി മാഷിലൂടെ വരുന്നുണ്ട്. ഈ M. സ്വരാജ്, താങ്കളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, അതായത് ഈ പാർട്ടി ഇവരെയൊക്കെ സംരക്ഷിക്കുന്നു എന്നൊരു തോന്നൽ ജനങ്ങളുടെ മനസ്സിൽ രൂഢമൂലമാകുന്നുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് പാർട്ടി പഠിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതോടൊപ്പം അങ്ങ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇവിടെ പറഞ്ഞല്ലോ CPM-ന് പരിക്ക് പറ്റുമെന്ന്. ഞങ്ങളുടെ നഖത്തിന് പോലും ഒരു പോറലേൽക്കില്ല. എന്തുകൊണ്ടാണ്? ഈ അന്വേഷണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഏറ്റവും കുറ്റമറ്റ നിലയിൽ മുൻപോട്ട് പോവുകയാണ്. ഒന്നും ഒളിപ്പിക്കാനില്ല, ആരെയും സംരക്ഷിക്കുകയുമില്ല. ഞങ്ങളതിൽ രാഷ്ട്രീയമല്ല കാണുന്നത്. എനിക്കിപ്പോഴും BJP-യുടെ നേതാവിനോടുള്ളൊരു വിയോജിപ്പ് എന്താണെന്നറിയോ? അദ്ദേഹം ഇതിൽ രാഷ്ട്രീയ ബന്ധം പറയുന്നുണ്ട് പ്രതികളുടെ. പക്ഷെ നോക്കൂ, അദ്ദേഹം ബൈജുവിൻ്റെ രാഷ്ട്രീയ ബന്ധം പറയുന്നില്ല, മുരാരി ബാബുവിൻ്റെ രാഷ്ട്രീയ ബന്ധം പറയുന്നില്ല, ജയശ്രീയുടെ രാഷ്ട്രീയ ബന്ധം പറയുന്നില്ല, ശ്രീകുമാറിൻ്റെ പറയുന്നില്ല. നമ്മുടെ ഒരു മുൻ ദേവസ്വം മന്ത്രിയുടെ സഹോദരൻ ഇപ്പോൾ പെൻഷൻ വാങ്ങാതെ വീട്ടിലിരിക്കുകയാണ്. ആ അഴിമതിയെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ഞാനിതൊന്നും പറഞ്ഞിട്ട് രാഷ്ട്രീയ ബന്ധം സമർത്ഥിക്കാത്ത എന്തുകൊണ്ടാണ്? നാം ഈ ആളുകളുടെ രാഷ്ട്രീയ ബന്ധമല്ല, ഈ ആളുകളെല്ലാം ഇപ്പോൾ പ്രതികളായിരിക്കുന്നു. കോടതി തീരുമാനിക്കട്ടെ, കോടതിയുടെ തീർപ്പിലേക്ക് നമുക്ക് വിടാം. ഹൈക്കോടതി എന്ന് വീണ്ടും അദ്ദേഹം പറയുന്നു. പക്ഷേ 2 അംഗ ബെഞ്ചാണ് ഇത് നിരീക്ഷിക്കുന്നത്. ആ ബെഞ്ച് ഒരു അതൃപ്തിയും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ മറ്റു ചില ആരോപണങ്ങൾ അദ്ദേഹം പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇനി ചർച്ച ആകെ 5 മിനിറ്റാണെന്ന് തോന്നുന്നു. ഞാൻ കാരശ്ശേരി മാഷ് നമുക്കൊരല്പം കൂടെ നീട്ടാം സ്വരാജ്, കാരണം ഇത്രയും കാലിക പ്രസക്തമായ ഒരു വിഷയത്തിൽ നിങ്ങളെ പോലുള്ള ആൾക്കാർ പങ്കെടുക്കുമ്പോൾ ജനങ്ങൾക്ക് ഇത് കാണാൻ താല്പര്യമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരല്പം കൂടെ നമുക്ക് നീട്ടാവുന്നേ ഉള്ളൂ. സ്വരാജ് പറഞ്ഞോളൂ. എനിക്കറിഞ്ഞുകൂടാ. ഞാനെന്നാ ഒരു വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ പറഞ്ഞു, ഞാൻ വീണ്ടും ചോദിക്കുന്നു, എന്തിനാണ് പ്രശാന്തിൻ്റെ പേര് ഇതിലേക്ക് പരാമർശിക്കുന്നത്? കാരണം പ്രശാന്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് രാഷ്ട്രീയമായ വിയോജിപ്പുണ്ടാവാം, പക്ഷെ എന്തെങ്കിലും തെളിവുണ്ടോ? എന്തുകൊണ്ടാണ് SIT അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തത്? അദ്ദേഹത്തെ ഇതുമായി ബന്ധപ്പെടുത്താൻ ഒന്നുമില്ല എന്നതുകൊണ്ടല്ലേ? സത്യസന്ധരായ ആളുകളെ ഇത്തരത്തിലുള്ള ചർച്ചകളിൽ നമ്മൾ ഉദാരമായിട്ട് പേരുകൾ ഉപയോഗിക്കരുത്. കാരണം എനിക്കിപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJP നേതാവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അതെത്ര മോശമായിരിക്കും? അങ്ങനെ പരസ്പരം നമുക്ക് രാഷ്ട്രീയ കാരണങ്ങളാൽ ഇഷ്ടമില്ലാത്ത ഒരാളെ അയാളെ അറസ്റ്റ് ചെയ്യണം, അയാളെ ചോദ്യം ചെയ്യണം എന്നൊക്കെ എങ്ങനെയാണ് നമ്മൾ പറയുക? അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണ സംഘമല്ല തീരുമാനിക്കേണ്ടത്. ആ അന്വേഷണ സംഘത്തെ തുടക്കത്തിൽ പ്രതിപക്ഷം എതിർത്തെങ്കിലും ഇപ്പോൾ അവർ സ്വീകരിക്കുകയല്ലേ? അന്വേഷണം നടക്കട്ടെ. അങ്ങ് ഇവിടെ ചൂണ്ടിക്കാണിച്ച ആളുകളൊക്കെ ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടവരാണെങ്കിൽ അവർ ചോദ്യം ചെയ്യപ്പെടട്ടെ. ഞങ്ങൾ അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞില്ലല്ലോ. പക്ഷെ അത് ഇപ്പോൾ ഭംഗിയായി ഒരു ഏജൻസി നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അവരെ അതിന് സമ്മതിക്കല്ലേ വേണ്ടത്? കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ ഹൈക്കോടതി പറയട്ടെ. നമ്മുടെ ആരുടെങ്കിലും നിയന്ത്രണത്തിലാണോ ഹൈക്കോടതി? നമ്മളിതിൽ വല്ലതും ഭയപ്പെടുന്നു? ഏത് ക്ഷേത്രത്തിലാവട്ടെ, അല്ലെങ്കിൽ കാരശ്ശേരി മാഷ് ഇവിടെ പറഞ്ഞ പോലെ ഏത് ആരാധനാലയത്തിലാവട്ടെ, ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ, തട്ടിപ്പുകൾ, അഴിമതി എവിടെ നടന്നാലും അതിനെയെല്ലാം നമുക്ക് യോജിച്ചങ്ങ് എതിർത്താൽ പോരെ? അതേസമയം അതിനെ മറ്റു സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തരുത്. ഇപ്പോൾ ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ വരുമാനം അവിടെ കെട്ടിവെക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു ബാങ്കിൽ നിക്ഷേപിക്കേണ്ടി വരില്ലേ? അപ്പോൾ ക്ഷേത്രഭരണ സമിതി അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് എന്താ ചിന്തിക്കുക? കൂടുതൽ പലിശ കിട്ടുന്ന സുരക്ഷിതമായ സ്ഥലത്ത് നിക്ഷേപിക്കുക എന്നുള്ളതല്ലേ? ഇനി അതിൽ എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ അതൊക്കെ വ്യവസ്ഥാപിതമായി ചോദ്യം ചെയ്യട്ടെ എന്ന്. നമ്മൾ ആർക്കു വേണ്ടി വാദിക്കുന്നില്ലല്ലോ. നമ്മൾ വളരെ നിർഭയമായി ധീരമായി നിൽക്കുകയല്ലേ? ഞങ്ങൾ പറയുന്നു, ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാ വിശദാംശങ്ങളും നിയമത്തിൻ്റെ മുൻപാകെ പുറത്തു വരികയും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുകയും
നിരപരാധികൾ വിട്ടയക്കപ്പെടുകയും ചെയ്യണം. ആ നിലപാടാണ് എല്ലാ കാര്യത്തിലും ഉള്ളത്. ഓക്കെ സ്വരാജ്, ഞാൻ താങ്കളിലേക്കും വരാം, കെ സുരേന്ദ്രനിലേക്കും കാരശ്ശേരി മാഷിലേക്കും വരാം. ഒരു ചെറിയ ഇടവേള കഴിഞ്ഞ് വേഗം മടങ്ങി വരാം. കാര്യം 1-2 പ്രശ്നങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ബ്രേക്ക്. കാരശ്ശേരി മാഷെ, നമ്മുടെ സ്വരാജ് ഉന്നയിച്ച ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ ചർച്ചകളിലൊക്കെ തന്നെ ചില ആളുകളുടെ പേരുകൾ വെളിപ്പെടുത്തുക, പിന്നീട് അവർ നിരപരാധികളാണെന്ന് വരും, അപ്പോഴേക്കും ഡാമേജുകൾ സംഭവിക്കുക. പക്ഷേ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഈ നമ്മുടെ ഈ ദിണ്ടുകൽ മണിയുടെ രംഗപ്രവേശത്തോടെ ഒരുപാട് ആൾക്കാരുടെ പേരുവിവരങ്ങളൊക്കെ വരുന്നുണ്ട്. മാത്രമല്ല ഒരു വ്യവസായി തിരുവനന്തപുരത്ത് ഒരു ഉന്നതൻ പണം വാങ്ങി എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ വരികയാണ്. അപ്പം നമുക്ക് ആരാണ് അപരാധി, ആരാണ് നിരപരാധി എന്ന ഒരു അന്വേഷണം നടക്കുമ്പോൾ തീർച്ചയായിട്ടും പറയാൻ കഴിയില്ല. അതൊക്കെ അന്വേഷണ ഏജൻസി കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. ഇപ്പോഴത്തെ ഈ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ ഭയം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു അന്താരാഷ്ട്ര വിഗ്രഹ മോഷണ സംഘവുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ എന്ന് ഹൈക്കോടതി ആദ്യം മുതൽ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ചർച്ചകളുമൊക്കെ തന്നെ അന്വേഷണങ്ങളുമൊക്കെ തന്നെ ആ വഴിക്ക് നീങ്ങുന്നുണ്ടോ? ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോലും മോഷണം നടത്താൻ ഇവരൊക്കെ പദ്ധതിയിട്ടിരുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. അപ്പോൾ ഈ വാർത്തകളൊക്കെ ഇതൊക്കെ വല്ലാതെ അലോസരപ്പെടുന്നുണ്ട്. കേരളം പോലെ മതസഹിഷ്ണുതയ്ക്കൊക്കെ സമുദായ സഹിഷ്ണുതയ്ക്കൊക്കെ പേരുകേട്ട ഒരു സംസ്ഥാനത്ത് ഇത്തരം മോഷണ സംഘങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അസ്വസ്ഥത. ഇതിൽ എങ്ങനെയാണ് ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്നുള്ളതിൽ അങ്ങ് നോക്കിക്കാണുന്നത്? അല്ല, ഇതിലിപ്പോൾ SK നമുക്കൊരു നിസ്സഹായതയുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് നമുക്ക് പറയാതെ കഴിയില്ല. കാരണം ഒരു കാര്യം ചർച്ച ചെയ്യണ്ടേ. അപ്പോൾ അതിൽ വരുന്നൊരു പ്രശ്നം, എനിക്ക് എൻ്റെ സുഹൃത്ത് സ്വരാജിനോടൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഇതിൽ രാഷ്ട്രീയം വരുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു കാര്യം ഒരു വാക്ക് ഞാൻ പറയാമെന്ന് വിചാരിക്കുക. കാരണം ഇപ്പോൾ ജനങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അതൊരു പ്രതീകമാണ്. ഇങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവരെങ്ങനെയാണ് ഈ സ്ഥാനത്ത് എത്തിയത്? ഇപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു പ്രവേശന മാർഗത്തിലൂടെയല്ല അദ്ദേഹം ഈ സ്ഥലത്തൊക്കെ എത്തിയത്. അപ്പോൾ അതിലൊരു ചെറിയൊരു കാര്യം ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ സമുന്നതയായ നേതാവ് സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തിയത്? ആ ഫോട്ടോ ഫേക്കാന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ കേരളത്തിലിപ്പോൾ ഇവിടുത്തെ ഒരു സാധാരണ ഇതിലൊരു MLAക്കോ MP ക്കോ തന്നെ അവരെ കാണുക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമില്ല. അവർക്ക് നേരം ഉണ്ടാവില്ല, പിന്നെ അവർക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? ഇതുപോലെ സംസ്ഥാന മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ ഇദ്ദേഹമുണ്ട്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്. അപ്പോൾ അവിടെ ഒരു താക്കോൽ ദാനത്തിന് ആ താക്കോല് മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് കൊടുക്കാൻ ഈ പോറ്റി എങ്ങനെ എത്തി? അപ്പോൾ ഇത്തരം പണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിലേറുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഏതാണ്ട് 9.5 കൊല്ലം മുമ്പ് പറഞ്ഞാണ്, അവതാരങ്ങൾ ഉണ്ടാവുകയില്ല എന്ന്. അപ്പോൾ ഇത്തരം അവതാരങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ എനിക്കൊരു പൗരൻ എന്നുള്ള നിലയ്ക്ക് അറിയാൻ അവകാശമുണ്ട്, സോണിയാഗാന്ധിയും ഇദ്ദേഹവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് എന്തുകൊണ്ടാണ് കോൺഗ്രസ് വിശദീകരിക്കാത്തത്? അതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് എന്തുകൊണ്ടാണ് CPM വിശദീകരിക്കാത്തത്? ഇതിൽ രാഷ്ട്രീയം വരുന്നത് ഇത്തരം ബന്ധങ്ങളിലൂടെയാണ് ഇവർക്ക് ഇത്തരം കടന്നുകയറ്റങ്ങൾക്കൊക്കെ സാധ്യത ഏറുന്നത്. അപ്പോൾ ഇതിൽ അവർക്കൊരു പ്രത്യേക പാർട്ടിയുടെ കാര്യമല്ല അത്. ഇത്തരം ആളുകൾക്ക് എല്ലാ പാർട്ടിയിലും ബന്ധങ്ങളുണ്ടാവും. അതിൻ്റെ ആളുകൾ ആരാണ്, അതിൻ്റെ ഏജൻറ്റുമാർ ആരാണ് നമുക്കറിയില്ല. അതറിയാൻ നമുക്ക് അവകാശമുണ്ട്. കാരണം ഇതൊക്കെ പൊതു സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടേക്ക് ഈ തരത്തിലുള്ള ഇപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ ക്രിമിനലുകളാണ് എന്ന് ആരോപിക്കപ്പെടുന്ന ആളുകൾക്ക് പ്രവേശനം കിട്ടുന്നത് എങ്ങനെയാണ്? ഒരു മന്ത്രിയുടെ മന്ദിരത്തിൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, പണ്ട് ഇപ്പോൾ SKക്ക് ഓർമ്മയുണ്ടാവും, മുഖ്യമന്ത്രി ആയിരിക്കെ കരുണാകരൻ്റെ ഹെലികോപ്റ്ററിൽ ഒരു ആന്റണി എന്നാണ് ആ പേര് ഞാൻ ഓർക്കുന്നത്, ഒരു ആള് എങ്ങനെയാണ് എത്തിയത്? അപ്പോൾ അന്ന് പാവം പയ്യൻ എന്ന് ആൻഡോ താങ്ക് യു ഫോർ ദ കറക്ഷൻ, ആൻഡോ. ഇതൊരു ചോദ്യം തന്നെയാണ്. സംസ്ഥാന മുഖ്യമന്ത്രി പോകുന്ന ഹെലികോപ്റ്ററിൽ ഒരു തരത്തിലും രാഷ്ട്രീയത്തിലോ മറ്റു രംഗത്തോ ഇല്ലാത്ത ഒരാൾ എങ്ങനെ കയറുന്നു? ആ പാവം പയ്യൻ എന്നാണ് അന്ന് ശ്രീ K കരുണാകരൻ അതിന് മറുപടി പറഞ്ഞത്. അപ്പം ഇത് നമുക്കറിയാനുള്ള അവകാശമുണ്ട്. ഇത് അപ്പം ആ തരത്തിൽ വരുമ്പോഴാണ്
നമ്മൾ ഇതിന്റെ ഓക്കെ, ഞാൻ മാഷിലേക്ക് വരാം. മാഷെ തീർച്ചയായിട്ടും എം സ്വരാജ് ഇതിന് മറുപടി പറയും. കോൺഗ്രസ് നേതാവ് ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് അവരുടെ മറുപടി നമുക്ക് പിന്നീട് ചോദിക്കാം. ഞാൻ കെ സുരേന്ദ്രനിലേക്കാണ് വരുന്നത്. സുരേന്ദ്രൻ, താങ്കൾക്ക് അറിയുന്ന പോലെ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റായ പി എസ് പ്രശാന്ത് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ തന്നെ ഈ അന്വേഷണത്തിനിടെ നമ്മൾ രാഷ്ട്രീയമായ കാരണങ്ങളാൽ വലിച്ചിഴയ്ക്കുന്നു എന്നുള്ളത് ഈ അന്വേഷണത്തെ തന്നെ ശ്വാസം മുട്ടിക്കും. മറ്റൊരു കാര്യം കൂടി എനിക്ക് അങ്ങനെ ശ്രദ്ധപ്പെടുത്താറുണ്ട്. നമുക്കെല്ലാം അറിയുന്നത് പോലെ വളരെ വൈകാതെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഒരുപാട് രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ അന്തരീക്ഷത്തിൽ ഉയരാൻ സാധ്യതയുമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ കേസുമായി നേരിട്ട് ബന്ധപ്പെടാത്ത ആളുകൾക്ക് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അവരെ കൂടി ഈ കേസിൽ ഉൾപ്പെടുത്താനുള്ള വഴി തുറന്നു കൊടുക്കുന്നത് ധാർമ്മികമായി ശരിയാണോ? അതാണ് തീർച്ചയായിട്ടും എം സ്വരാജ് ഉയർത്തിയ ചോദ്യമെന്ന് എനിക്ക് തോന്നുന്നു. നോക്കൂ എസ് കെ, ഞാൻ പ്രശാന്തിൻ്റെ പേര് പറഞ്ഞത് അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവായതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഈ ആരോപണ വിധേയനായിട്ടുള്ള പോറ്റി ആദ്യം സ്വർണം കൊണ്ടുപോയതിൽ 4.5 കിലോ സ്വർണം കൊള്ള ചെയ്തു എന്നുള്ളതാണല്ലോ ആദ്യത്തെ കേസ്. അത് വിജിലൻസിന് അറിയാമായിരുന്ന സംഭവമാണ്. അതേ മനുഷ്യന് ഈ പ്രശാന്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് വാറണ്ടി കാർഡ് അദ്ദേഹത്തിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞ് ഇതേ കൊള്ളയ്ക്ക് പ്രശാന്താണ് ഇത് കൊടുത്തയക്കുന്നത്. അതുകൊണ്ട് പ്രശാന്തിനെ എനിക്ക് വിശുദ്ധനാക്കാൻ കഴിയില്ല. ഇപ്പോൾ ഒരാളെ പറ്റി സംസാരിക്കാൻ പാടില്ല എന്നൊരു ചർച്ചയിൽ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഇതേ പ്രശാന്താണ് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് 2 കൊറിയോടുകൂടിയാണ്, അത് വായിച്ചു നോക്കിയാൽ അറിയാം, പ്രശാന്ത് അറിഞ്ഞിരുന്നു ഈ കള്ളനെ സംബന്ധിച്ച്. എന്തിനാണ് അയാളെ അടുത്ത് കൊടുത്തു വെച്ചത്? അയാൾ ആരാണ് ഇതിൻ്റെ ആൾ? ഒന്ന്. രണ്ടാമത്തത്, പിന്നെ രാഷ്ട്രീയമായി ഞങ്ങളൊന്നും എതിർക്കില്ലെന്ന് പറയുന്നില്ലേ? ഇന്ന് കോടതിയിൽ കീഴടങ്ങിയെന്ന് താങ്കൾ പറയുന്ന, അല്ലെങ്കിൽ SIT അറസ്റ്റ് ചെയ്തെന്ന് പറയുന്ന വിജയകുമാർ എത്ര തവണ SIT അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്? അദ്ദേഹം എന്തുകൊണ്ടാണ് അന്വേഷണത്തിൻ്റെ സംഘത്തിന് മുമ്പിൽ ഹാജരാവാതിരുന്നത്? അതുകൊണ്ട് ലളിതവൽക്കരിക്കാൻ ശ്രമിക്കരുത് SKN. കാരണം CPM-ൻ്റെ പ്രതിനിധി പറഞ്ഞോട്ടെ, അത്ര ലളിതമല്ല കാര്യങ്ങൾ. ഈ അന്വേഷണം തുടങ്ങിയ ഘട്ടം മുതൽ പല ഇടപെടലുകളും പലതരത്തിലും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ദേവസ്വം മന്ത്രിയെക്കുറിച്ച് പറയുന്നത് തൻ്റെ വകുപ്പിന് കീഴിൽ നടന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കൊള്ള താനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറയാൻ പറ്റില്ല. പത്മകുമാറിൻ്റെ മൊഴി മാത്രം മതി കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ചു വരുത്തി ഒരു ചോദ്യം ചെയ്യലിന് വിധേയമാക്കാൻ. പിന്നെ ഞാനിവിടെ എന്തെങ്കിലും ആക്ഷേപം ഉന്നയിച്ചൊന്നും വേണ്ട, നമുക്ക് വൈകാതെ തന്നെ അത് കേൾക്കാനാവും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കെന്തായാലും ഉള്ളത്. പത്മകുമാറിൻ്റെ മൊഴി തന്നെ വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എനിക്കിപ്പോൾ കടകംപള്ളി സുരേന്ദ്രനോട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു വിരോധവും ഇല്ല. പ്രശാന്ത് എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. ഇതൊക്കെ വളരെ യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷേ ഈ കേസിൽ അവരെല്ലാം പരാമർശിക്കപ്പെടുന്നത് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ദേവസ്വം മന്ത്രിമാരും CPM-ൻ്റെ ഉന്നത നേതാക്കളുമായിട്ടാണ്. അതുകൊണ്ട് ഇത് അപ്പുറത്ത് വേറെ ഒരു ചായ സൽക്കാരത്തിനല്ലല്ലോ നമ്മൾ ഇരിക്കുന്നത്. ഓക്കെ, ഞാൻ സുരേന്ദ്രനിലേക്ക് വരാം. ഞാൻ എം സ്വരാജ്, അപ്പോൾ താങ്കൾക്ക് ഈ സുരേന്ദ്രൻ്റെ ഈ പ്രസ്താവനയോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ച് ഈ പാർട്ടിക്ക് ഇതിൽ യാതൊരു റോളുമില്ല, അല്ലെങ്കിൽ ദൈനംദിന ദേവസ്വം ബോർഡിൻ്റെ കാര്യങ്ങളിൽ മന്ത്രി ഇടപെടാറില്ല, അതുകൊണ്ട് തന്നെ മന്ത്രി സുരക്ഷിതനായിരിക്കണം എന്നൊക്കെ പറഞ്ഞ വാദഗതികളൊക്കെ നിലനിൽക്കുമോ? എന്താണ് താങ്കളുടെ ഈ കാര്യത്തിലുള്ള ഒരു അഭിപ്രായം? ഞാനതിലേക്ക് വരാം. ഇപ്പോൾ ഹൈക്കോടതി തന്നെ ഈ അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് തോന്നുന്നു പ്രധാനമായും മാധ്യമങ്ങളോടാണ്, ഒരു സമാന്തര അന്വേഷണം പാടില്ല, സമാന്തര വിചാരണ പാടില്ല. മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും പ്രാധാന്യത്തെയും അംഗീകരിച്ചുകൊണ്ട് തന്നെ, എന്നാൽ ഇത്ര സെൻസിറ്റീവായ ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട മുൻകരുതലുകൾ, സ്വയം നിയന്ത്രണങ്ങൾ, അതിനെ സംബന്ധിച്ച് വിശദമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം ഗൗരവതരമായ ഒരു മാനത്തിൽ കോടതി തന്നെ ഇതിനെ കാണുന്നുണ്ട്. ഒരു ഭാഗം ഞാനത് എല്ലാവരെയും ഓർമ്മപ്പെടുത്തി. മാധ്യമങ്ങളോടാണ് അത് പറയുന്നതെങ്കിലും എല്ലാവർക്കും അത് ബാധകമാണ്, പൊതുവായി ബാധകമാണ്. ഞാൻ ബഹുമാന്യനായ BJP പ്രതിനിധി പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരാം. ഒപ്പം അതിനു മുൻപ് കാരശ്ശേരി മാഷ് ഇതിൽ 2 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. എനിക്ക് ഏറെ ബഹുമാനമുള്ള ആളാണ് കാരശ്ശേരി മാഷ്, എന്നാൽ രാഷ്ട്രീയമായ ചില വിയോജിപ്പുകളുണ്ട് താനും. ഇക്കാര്യത്തിൽ എനിക്ക് മാഷോടുള്ള വിയോജിപ്പ്, 2 വിഷയങ്ങളെ മാഷ് ഒരേപോലെ കണ്ടു. അത് അന്യായമായി പോയി. എന്തുകൊണ്ടെന്നാൽ, ഒന്ന് സോണിയാഗാന്ധിയെ കണ്ട കാര്യം, അത് ജൻപഥിലെത്തി കാണുകയാണ്, ഒന്നിലധികം തവണ കാണുകയാണ്. സാധാരണ നിലയിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് പോലും അങ്ങനെ അപ്പോയിൻമെൻറ്റ് കിട്ടുക എളുപ്പമല്ല, അതെല്ലാവർക്കും അറിയാം. കേരളത്തിലെ മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവിന് അപ്പോയിൻമെൻറ്റ് കിട്ടാത്തതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്ക് കാലം സാക്ഷിയുമാണ്. അവിടെ ചെന്ന് ഉപഹാരങ്ങൾ കൊടുക്കുന്നു, കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുന്നു, ഇതൊക്കെ നമ്മൾ കാണുന്നു. അത് ചോദിക്കുമ്പോൾ ശ്രീ അടൂർ പ്രകാശ് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹത്തിനുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് ഇദ്ദേഹം, അതുമായി ബന്ധപ്പെട്ട് പരിപാടിയിൽ പങ്കെടുത്തു എന്നൊക്കെയാണ്. എന്ത് സാമൂഹ്യ പ്രവർത്തകനാണെന്ന് ചോദിച്ചപ്പോൾ ദേഷ്യപ്പെട്ടു മാധ്യമപ്രവർത്തകരോട്. ഇതുവരെ പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല.
അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. ശരി, അതിൻ്റെ ചേർത്ത് വെച്ച് പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രിയുടെ വീട്ടിലോ ക്ലിഫ് ഹൗസിലോ ഓഫീസിലോ എവിടെയെങ്കിലും പോയിട്ട് നമുക്കൊരു ആരോപണം ഉന്നയിക്കാൻ കഴിയും വിധം മുഖ്യമന്ത്രിയെ കാണുകയാണോ ഈ പ്രതി ചെയ്തിട്ടുള്ളത്? അല്ല. പ്രതി പങ്കെടുത്തു എന്ന് പറയുന്നത് ഒരു പൊതു ഇടത്തുള്ള ഒരു പരിപാടിയാണ്. ആ പരിപാടിയിൽ മുഖ്യമന്ത്രി അധികാരത്തിലേറിയ സമയത്ത് വിശേഷിപ്പിച്ച ഒരു അവതാരത്തിൻ്റെ റോളിലാണോ പങ്കെടുത്തത്? മുഖ്യമന്ത്രിയുടെ ഒരു ശിങ്കിടി, ഒരു സിൽബന്തി ആയിട്ടാണോ പങ്കെടുത്തത്? അല്ല. അത് ഒരു ആംബുലൻസ് പോലീസ് സേനയ്ക്ക് ഒരു ജ്വല്ലറി ഗ്രൂപ്പ്, ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, സംഭാവന കൊടുക്കുകയാണ്. ആ ജ്വല്ലറി ഗ്രൂപ്പിന്റെ ശിങ്കിടിയായിട്ടോ കയ്യാളായിട്ടോ മറ്റോ ആണ് അദ്ദേഹം അവിടെ വന്നിട്ടുള്ളത്. അതിന് നമ്മൾ എങ്ങനെ മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കും? പോലീസ് സേനയുടെ കൂടി മന്ത്രി എന്ന നിലയിൽ ഇങ്ങനെ ഒരു കാര്യം, ഒരു വ്യവസായ ഗ്രൂപ്പ് പോലീസ് സേനയ്ക്ക് ആംബുലൻസ് കൊടുക്കുമ്പോൾ ആ ചടങ്ങിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ? ആ വീഡിയോ ദൃശ്യം ഞാൻ കണ്ടു. അതിൽ ഈ മുഖ്യമന്ത്രിയും പ്രതിയും മുഖാമുഖം കാണുമ്പോൾ ഒരു പരിചയം പോലും മുഖ്യമന്ത്രിയുടെ മുഖത്തില്ല, ഒരു വാക്കുപോലും മുഖ്യമന്ത്രി പറയുന്നില്ല. പ്രതി തൊഴുതു, മുഖ്യമന്ത്രിയും തൊഴുതു പോയി. അദ്ദേഹം ആര് തൊഴുതാലും തിരിച്ചു തൊഴില്ല, നമ്മളൊക്കെ ചെയ്യില്ലേ? ഒരു വാക്കു പറഞ്ഞോ, ഒന്ന് ചിരിച്ചോ? ഒരു ബന്ധവും ഇല്ലാത്തയാളാണെന്നുള്ളത് ആ വീഡിയോ ദൃശ്യം മാത്രം കണ്ടാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യത്തെയാണ് നമ്മൾ താരതമ്യം ചെയ്യുന്നത്. പിന്നെ ശ്രീ അടൂർ പ്രകാശ് ഉന്നയിച്ചതിലെ ഒരു പ്രശ്നം, അത് വസ്തുതാവിരുദ്ധമാണ്. ഞാൻ കളവെന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കുന്നില്ല, പക്ഷെ വസ്തുതാവിരുദ്ധമാണ്. അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി കണ്ടു കഴിഞ്ഞാണ് UP അധ്യക്ഷ കണ്ടത് എന്നാണ് പറഞ്ഞത്. തെറ്റാണ്. മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടി സ്റ്റേറ്റ് പോലീസ് ചീഫ് പങ്കെടുക്കുന്നുണ്ട്. സ്റ്റേറ്റ് പോലീസ് ചീഫ് ആ ചുമതലയെടുത്ത് 2025 ജൂലൈ മാസം 1-ാം തീയതി അല്ലേ? ഇദ്ദേഹം കണ്ടത് എത്ര കാലം മുമ്പാണ്? പിന്നെ ഇദ്ദേഹം എങ്ങനെ ശബരിമലയിൽ വന്നു, ഈ പ്രതി വന്നു എന്ന് മാഷ് ചോദിച്ചു. 2004 വന്നത് മാഷെ. 2004 അങ്ങനെ വന്ന് അവിടെ തമ്പടിക്കാൻ പറ്റിയ സാഹചര്യം എന്ത് എന്നതുൾപ്പെടെ അന്വേഷിക്കട്ടെ. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ 2004 ആരാണ് ഭരിച്ചത്, ആരാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നല്ല രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാം. ഞാനതിന് മുതിരുന്നില്ല. അതൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായി വരട്ടെ. പിന്നെ പരിപൂർണ കമ്മീഷൻ മുൻപ് കൊടുത്ത റിപ്പോർട്ട് ഈ സമയത്തൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. ശബരിമലയിലെ ക്രമക്കേടുകളെക്കുറിച്ച്, കൊള്ളരുതായ്മകളെക്കുറിച്ച് ആ റിപ്പോർട്ടിൽ എന്തൊക്കെയാണുള്ളത്? ആ റിപ്പോർട്ടിലെ ഒരു വാക്ക് പകൽ കൊള്ള എന്നാണ്. പകൽ കൊള്ള. ശർക്കര ഇടപാടിനെ കുറിച്ച് കൃത്യമായി എടുത്തു പറയുന്നുണ്ട്. ആരായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്? കോൺഗ്രസിന്റെ സമുന്നതനായിരുന്ന നേതാവ് ആയിരുന്ന, ഭൂതകാലത്തിലാണ് പറയുന്നത്, രാമൻ നായർ ആയിരുന്നില്ലേ? എത്ര ഇടത്താണ് ആ പേര് പരാമർശിക്കുന്നത്? പകൽ കൊള്ള എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. തീർച്ചയായും ഈ അന്വേഷണത്തിനിടയിൽ പരിശോധനാ വിധേയമാകും എന്ന് ഞാൻ കരുതുകയാണ്. ആ പരിശോധന ശക്തമായി നടക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. പരിശോധന നടക്കരുതെന്നോ പ്രതികളെ ആരെയും തുടരുതെന്നോ അല്ല എൻ്റെ വാദം. എല്ലാം സൂക്ഷ്മമായി നടക്കട്ടെ. നമുക്ക് കിട്ടിയ എന്തെങ്കിലും ഒരു കാര്യം വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഊഹം വെച്ചിട്ടോ നമ്മളിപ്പോൾ ശിക്ഷ വിധിക്കാൻ പുറപ്പെടുന്നത് ഒരു നല്ല കാര്യമല്ല എന്ന് എനിക്ക് തോന്നി. അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ സുരാജിലേക്ക് വരുന്നു. ശ്രീ സുരേന്ദ്രൻ, അതായത് ഈ ഇതുവരെയുള്ള അന്വേഷണം പോകുന്ന പോക്ക് കണ്ടിട്ട് ഈ ശബരിമലയിൽ നടന്ന ഈ സ്വർണ്ണക്കൊള്ള മലയിറങ്ങി വിദേശ നാടുകളിലേക്ക് പോകുമെന്ന രീതിയിലുള്ള സൂചന വരികയാണ്. സ്വരാജിൻ്റെ ഭാഷ ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നും. പക്ഷേ നമ്മൾ ഇതുവരെ ഒന്നും സംഭവിക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും മലമുടിയിൽ സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഒരു അന്താരാഷ്ട്ര വിഗ്രഹ മോഷണ മാഫിയ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് നാളെ വന്നാലും ഒരു അത്ഭുത വാർത്തയായിരിക്കില്ല അത്. കാരണം 500 കോടിയുടെയൊക്കെ ബിസിനസ് നടന്നു എന്ന് ഇപ്പോൾ ആളുകൾ ആരോപണം ഉയർത്തുന്ന ഒരു കാലമാണിത്. അപ്പോൾ ഇത് താങ്കൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കെ സുരേന്ദ്രൻ ആലോചിക്കുമ്പോൾ ഈ ഒരു ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ള കേസ് ഒരു അന്താരാഷ്ട്ര മാനം കൈവരിക്കാൻ ഇനി കാലം ഏറെയില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ആ ഒരു കാര്യത്തിൽ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ സമഗ്രമായ അന്വേഷണം നടക്കും, വളരെ നിഷ്പക്ഷവും നീതിപൂർവവുമായി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ സർക്കാർ നടത്തി തീരുമാനിച്ചതല്ല ഇത്. ഞാൻ ആദ്യം ഉന്നയിച്ച വാദമാണിത്. ഈ സർക്കാർ അറിഞ്ഞുകൊണ്ട് തീരുമാനിച്ച ഒരു അന്വേഷണമല്ല ഇത്. പിന്നെ എന്താണ് കാര്യം? നടക്കട്ടെ, നല്ല അന്വേഷണമാണ്, നിഷ്പക്ഷമാണ്, നീതിപൂർവമാണ്. സർക്കാരിന് അറിയാമായിരുന്ന കാര്യങ്ങൾ മൂടി വച്ചിട്ട് ജഡ്ജി കണ്ടുപിടിച്ചതാണ്. അല്ലാതെ ഈ സർക്കാർ നടത്തിയ അന്വേഷണമല്ല, സർക്കാർ നിർബന്ധിക്കപ്പെട്ടിട്ട് നടത്തുന്ന അന്വേഷണമാണ്. അല്ല സുരേന്ദ്രൻ, ഇത് സർക്കാർ മൂടിവെച്ചതാണ് എന്ന് താങ്കൾ കരുതുന്നു? തീർച്ചയായിട്ടും കോടതിയുടെ ഇടപെടലാണ് ഉണ്ടായത് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന്. പക്ഷേ എന്നാൽ ഇത് സർക്കാർ മൂടിവെച്ച സംഭവമാണ് എന്ന് താങ്കൾ വിശ്വസിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്?
അല്ല, അതിനാണ് എസ് കെ ഞാൻ പറയുന്ന പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നില്ല. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു, ബഹുമാനപ്പെട്ട ദേവസ്വം വിജിലൻസ് ഇതെല്ലാം നേരത്തെ കണ്ടെത്തിയ കാര്യങ്ങളാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പല വിവരങ്ങളും സർക്കാരിൻ്റെ തന്നെ കയ്യിലുണ്ടായിരുന്നു. അതാണ് എൻ്റെ വാദം. ഞാൻ ആദ്യമേ അത് പറഞ്ഞു. ദേവസ്വം വിജിലൻസിന് ഇതെല്ലാം അറിയാമായിരുന്നു. ഈ പോറ്റി കള്ളനാണെന്നും അദ്ദേഹം അവിടുന്ന് 4.5 കിലോ സ്വർണം അടിച്ചു മാറ്റിയിട്ടുണ്ടെന്നും അദ്ദേഹം പല ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൊണ്ടുപോയിരിക്കുന്ന ഓതൻറ്റിക് ആയിട്ടുള്ള വഴികളിലൂടെ അല്ലെന്നും അദ്ദേഹം ഇതിന് ആധികാരികമായിട്ടുള്ള ആളല്ലെന്നും എല്ലാം ദേവസ്വം വിജിലൻസിൻ്റെ ഫയലുകളിലുണ്ട്. അതെല്ലാം ഉണ്ടായിട്ടും അതിന്റെ മുകളിൽ അടയിരുന്നത് അത്ര നിഷ്കളങ്കമായിട്ടുള്ള സുരേന്ദ്രൻ, എനിക്ക് തോന്നുന്നു ഈ താങ്കളുടെ ഈ കാര്യത്തിൽ എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം സ്വരാജിന് പറയാനുണ്ടെന്ന് തോന്നുന്നു. താങ്കളിലേക്ക് തന്നെ മടങ്ങി വരാം. സ്വരാജ് എന്താ പറയാൻ ഉദ്ദേശിച്ചത്? അതല്ല ഇത് താങ്കൾ എന്തിനാ ഇതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഈ അന്വേഷണം ആരാണ് തീരുമാനിച്ചത്? ആര് പ്രഖ്യാപിച്ചു? മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതാണോ? പറയൂ സ്വരാജ്. ഓക്കെ എന്നോട് ഞാനിത് അദ്ദേഹമായിട്ട് ഏതെങ്കിലും തർക്കം കൂടാൻ വേണ്ടിയല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടതാണ് ഇങ്ങനെ ഒരു അന്വേഷണം. അതെന്തിനാ നമ്മൾ മറച്ചു വെക്കുന്നത്? ദേവസ്വം ബോർഡിനെ നിങ്ങൾ സർക്കാരിന്റെ ഭാഗമായി പരാമർശിക്കുന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടതാണ് ഈ അന്വേഷണം. തെറ്റാണ്. ദേവസ്വത്തിന്റെ ചുമതലയുള്ള നീതിപീഠം പറഞ്ഞതാണ്. സ്വരാജ്, ഒരു ഒറ്റ കാര്യം പറഞ്ഞോളൂ. അല്ലാതെ ദേവസ്വം ബോർഡ് പറഞ്ഞതല്ല, പ്രശാന്ത് പറഞ്ഞതല്ല. പറഞ്ഞോളൂ. ദേവസ്വത്തിന്റെ കാര്യം നോക്കുന്ന ജഡ്ജി പറഞ്ഞതാണ്. അല്ലല്ല ഞാൻ അങ്ങോട്ട് വിയോജിക്കുന്നു. വിധി പുറപ്പെടുവിക്കുക കോടതി തന്നെയാണല്ലോ, ദേവസ്വം ബോർഡിന് കഴിയില്ല. ദേവസ്വം ബോർഡ് ഈ അന്വേഷണം, സമഗ്രമായ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അടിയുറപ്പിച്ചു പറയുന്നു. നമ്മൾ തമ്മിൽ തർക്കം കൂടണ്ട. മറ്റേ വാർത്ത കേൾക്കുന്ന ആളുകൾ, ഈ ചർച്ച കാണുന്ന ആളുകൾ പരിശോധിക്കട്ടെ, നമുക്കും പരിശോധിക്കാമല്ലോ. ഓക്കെ, സുരേന്ദ്രൻ തുടരാം. അല്ല, ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഈ അന്വേഷണം നടത്തിയത് സർക്കാർ നേരിട്ട് മുൻകൈ എടുത്തിട്ടല്ല. ദേവസ്വം ബോർഡിന്റെ വിജിലൻസിന്റെ മുന്നിൽ ഇതെല്ലാ വിവരങ്ങളും ഉണ്ടായിരുന്നു. ഈ സ്വർണ്ണപ്പാളി പരിശോധിക്കാൻ കമ്മീഷണർ വരുമ്പോഴാണ്, ജുഡീഷ്യൽ കമ്മീഷൻ വരുമ്പോഴാണ് ഇത് അവിടെ ഇല്ല എന്നുള്ള വിവരം അദ്ദേഹം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? സമൂഹം ചർച്ച ചെയ്യട്ടെ. നിങ്ങൾ ഒരു മാധ്യമത്തിൻ്റെ തലവനല്ലേ. അപ്പോൾ ഇത് ഞങ്ങൾ നിഷ്പക്ഷമായ അന്വേഷണം നടത്തുകയാണ്, നീതിപൂർവ്വ അന്വേഷണം നടത്തുകയാണ്, ശബരിമലയിൽ ഒരു തരി സ്വർണവും പോവില്ല, എല്ലാ കുറ്റവാളികളും ശിക്ഷിക്കപ്പെടും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ന് ഇദ്ദേഹം 5 തവണ നോട്ടീസ് അയച്ചിട്ടും ഹാജരാവാതിരുന്നത്? ഹൈക്കോടതി മുഷ്ടി ചുരുട്ടിയപ്പോഴാണല്ലോ കോടതിയിൽ സ്റ്റേഷനിൽ കീഴടങ്ങിയത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചെറുതല്ല. ഞാൻ കടകംപള്ളിയെക്കുറിച്ചും പ്രശാന്തിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അവർ ഇതിന് ഉത്തരവാദപ്പെട്ടവരായിരുന്നു, അവർക്കറിയാമായിരുന്ന കാര്യങ്ങൾ ഇതിലുണ്ടായിരുന്നു. ഏറ്റവും ചുരുങ്ങിയത് പ്രശാന്ത് ഇത് വീണ്ടും കൊടുത്തയക്കുമ്പോഴെങ്കിലും ആലോചിക്കണമായിരുന്നു. അപ്പോൾ അത്തരം ഉത്തരവാദിത്തങ്ങൾ അവർക്കുണ്ട്. അവർ പാർട്ടി റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്, അല്ലാതെ അവർ സർക്കാർ ഉദ്യോഗസ്ഥരല്ല. പണ്ട് ചിലപ്പോൾ വാസു ആയിരിക്കും, അല്ലെങ്കിൽ മറ്റേ ശങ്കർദാസ് ആയിരിക്കും, അതവിടെ ഇരിക്കട്ടെ. ഈ രണ്ടുപേരും, പത്മകുമാറും വാസുവും സർക്കാർ ഉദ്യോഗസ്ഥന്മാരല്ല. അദ്ദേഹം ഒരിക്കൽ കമ്മീഷണറായിരുന്നു, അത് ശരിയാണ്. പക്ഷെ അവരെല്ലാം പൊളിറ്റിക്കൽ പാർട്ടി നിശ്ചയിച്ച ആൾക്കാരാണ്. ആ പാർട്ടി കേരളം ഭരിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് അവർക്ക് ഒരു ഉത്തരവാദിത്വമില്ല. നിഷ്പക്ഷമായ അന്വേഷണം നടക്കട്ടെ, 10 കൊല്ലം കഴിഞ്ഞാലും കാര്യങ്ങൾ തെളിയട്ടെ. ഇങ്ങനെയൊന്നും അല്ലല്ലോ മറ്റു കേസുകളിൽ പറയുന്നത്. ശ്രീ സുരേന്ദ്രൻ, ഞാൻ താങ്കൾ എന്തോ പറയട്ടെ. സ്വരാജിന് മറുപടി പറയാനുണ്ട്. താങ്കൾ ക്ഷമിക്കുക, എനിക്കൊരു ചെറിയ ഇടവേള കൂടി എടുക്കണം. അത് കഴിഞ്ഞാൽ ഞാൻ സ്വരാജിലേക്ക് മടങ്ങി വരാം. തീർച്ചയായിട്ടും സുരേന്ദ്രൻ പറഞ്ഞ ഏതൊരു കാര്യത്തിന് എന്താ സുരേന്ദ്രൻ പറഞ്ഞത്? താങ്കൾ എന്തോ പറഞ്ഞു ഇപ്പോൾ? അല്ല, കെ കരുണാകരനെ ചാരക്കേസ് പ്രതിയാക്കുമ്പോൾ ഇവരാരും ആക്ഷേപിക്കുമ്പോൾ ഇവരൊക്കെ ഈ നിഷ്പക്ഷ നിലപാടാണോ സ്വീകരിച്ചത്? എനിക്കതാ മനസ്സിലാവാത്തത്. ഇപ്പോൾ വളരെ നല്ല സമർത്ഥമായിട്ട് പാർട്ടിക്കാരായതുകൊണ്ട് വളരെ സമർത്ഥമായിട്ട് സംസാരിക്കരുത് ഞാൻ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട പ്രതിനിധിയോട്. അല്ലാതെ അന്വേഷണം നടക്കട്ടെ, കടകംപള്ളി ഉണ്ടെങ്കിൽ അറസ്റ്റിലാവട്ടെ, പക്ഷേ അതിലേക്ക് പോവാൻ എന്തിനും മടിക്കുന്നു എന്നുള്ള കോടതിയുടെ നിരീക്ഷണമാണ് എൻ്റെ പോയിന്റ്. അപ്പോൾ എന്തെങ്കിലും മടിയുണ്ടോ സർക്കാരിന്, അല്ലെങ്കിൽ CPM-ന് മടിയുണ്ടോ എന്ന കാര്യം സ്വരാജിന് മറുപടി പറയാം. ഒരു ഇടവേള കഴിഞ്ഞ് ഞാൻ സ്വരാജിലേക്ക് തന്നെ മടങ്ങി വരും. ചെറിയൊരു ബ്രേക്കാണ്. എൻകൗണ്ടറിലേക്ക് വീണ്ടും സ്വാഗതം. കെ സുരേന്ദ്രൻ അവസാനം പറഞ്ഞത് കെ കരുണാകരൻ്റെ ചാരക്കേസിലെ ആരോപണ കാലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് സമാധാനത്തോടെ അന്വേഷണം നടക്കട്ടെ, പ്രതികൾ പിടിക്കട്ടെ, ഇങ്ങനെയുള്ള ശാന്തി കലർന്ന കാര്യങ്ങളായിരുന്നില്ല CPM അന്നെടുത്തിരുന്ന നിലപാട് എന്ന രീതിയിലാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. ആക്രമിച്ച് കയറിയിട്ടുണ്ടാവും. കഴിഞ്ഞകാല രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത്തരം അന്വേഷണം നടക്കുമ്പോഴൊക്കെ തന്നെ പല രാഷ്ട്രീയ കക്ഷികളും അക്രമവാസന കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പോൾ മാത്രം സമാധാനത്തിൻ്റെ വഴി പിന്തുടരാൻ എന്തായിരിക്കും സ്വരാജ് കാരണം?
നമ്മൾ ഈ ചർച്ചയുടെ ഭാഗമായിട്ടൊരു പുതിയ വിഷയം കൂടി കടന്നു വരികയാണ്, ചാരക്കേസ്. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയേണ്ടതായിട്ട് വരും. അതാണ് ഒരു പ്രശ്നം. ഒന്ന് പരാമർശിച്ചോളൂ, അത് കുഴപ്പമില്ല. ചാരക്കേസാണ് നിങ്ങൾ ചർച്ച ചെയ്യാൻ ചാരക്കേസാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കേസിൽ അദ്ദേഹം പ്രതിയായിരുന്നില്ലല്ലോ. ചാരക്കേസിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ രാജിവെക്കേണ്ടി വന്നു. നിങ്ങൾ ആ കാലം ഒന്ന് ഓർത്തു നോക്കിയേ. എന്തായിരുന്നു യഥാർത്ഥത്തിൽ അന്നത്തെ സാഹചര്യം? ഇടതുപക്ഷത്തിന്റെ വിമർശനത്തിന്റെ മുന്നിലാണോ അദ്ദേഹം രാജിവെച്ചത്? അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നത് ഇടതുപക്ഷ സമരത്തിന്റെ മുന്നിലാണോ? അന്ന് പുത്തരിക്കണ്ടം മൈതാനത്ത് ബഹുമാന്യനായ ശ്രീ കെ കരുണാകരൻ നടത്തിയ പ്രസംഗത്തിന്റെ ടെക്സ്റ്റ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇവിടെ അതിലെ പ്രസക്ത ഭാഗം പറയുകയും ചെയ്യാം. കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായി പിന്തുണ നഷ്ടപ്പെടുകയും ഒരു ഗ്രൂപ്പിന് ഹൈക്കമാൻഡിന്റെ പിന്തുണ വരികയും ചെയ്തപ്പോഴല്ലേ അദ്ദേഹം രാജിവെച്ചത്. അപ്പോൾ ആ വിഷയവും ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമോ രാഷ്ട്രീയമായ വേട്ടയാടലോ ഒന്നും ബന്ധമുള്ള ഒരു കാര്യമല്ല. അന്നുള്ളത് രാഷ്ട്രീയമായ വേട്ടയാടലായിരുന്നില്ല, സംഘടനാപരമായ വേട്ടയാടലായിരുന്നു. അത് കോൺഗ്രസിലെ ഒരു ഗ്രൂപ്പായിരുന്നു. ആരാണ് നേതൃത്വം കൊടുത്തതെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അവരുടെ പ്രതിനിധികൾ ഇപ്പോൾ ഈ ചർച്ചയിൽ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ സാമ്യമുള്ള കാര്യങ്ങളല്ലേ ഉദാഹരണങ്ങളായിട്ട് പറയുന്നതിൽ പ്രസക്തി ഉള്ളൂ. വിഷയത്തിലേക്ക് വരാം. ഇവിടെ വന്ന കാര്യങ്ങളിൽ ഈ മടി എന്തിനാണ് ഇവരിലേക്ക് എത്താൻ ചോദ്യം ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. അന്വേഷണ സംഘമല്ലേ ചോദ്യം ചെയ്യേണ്ടത്? ആ ചോദ്യം ചെയ്യൽ എങ്ങനെയാണ്? തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലേ? തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരാളെ ചോദ്യം ചെയ്യരുതെന്നോ ചെയ്യണമെന്നോ നമ്മൾക്ക് നിർദ്ദേശം കൊടുക്കാൻ സാധിക്കുമോ? ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യാം. അതാണ് ഞങ്ങളുടെ നിലപാട്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നവർക്ക് ആരെ ചോദ്യം ചെയ്താലും ഇന്നയാളെ ചോദ്യം ചെയ്യരുത് എന്ന നിലപാട് ഞങ്ങൾക്കില്ല. ആരെ അറസ്റ്റ് ചെയ്താലും ഇന്നയാളെ അറസ്റ്റ് ചെയ്യരുത് എന്ന നിലപാട് ഞങ്ങൾക്കില്ല. സത്യസന്ധമായി അന്വേഷണം നടന്ന് എല്ലാ പ്രതികളും നിയമ നടപടികൾക്ക് വിധേയമാകണം എന്നതാണ് നിലപാട്. അത് മുൻപും പറഞ്ഞിട്ടുള്ളതാണ്, ആവർത്തിക്കുന്നതാണ്. ഈ അന്വേഷണത്തിൽ സംശയം ഉന്നയിക്കുകയും വിയോജിപ്പ് പറഞ്ഞ് നിയമസഭ ബഹിഷ്കരിക്കുകയും ചെയ്ത പ്രതിപക്ഷം ഇപ്പോൾ ഈ അന്വേഷണം അവർക്ക് കൂടി സ്വീകാര്യമായി മാറി. അത് എന്തിനാണ് കാണിക്കുന്നത്? ഹൈക്കോടതിയെക്കുറിച്ച് നമ്മൾ വീണ്ടും അങ്ങനെ പറഞ്ഞുകൂടാ. ഹൈക്കോടതിയെക്കുറിച്ച് അങ്ങ് ഇവിടെ പറയുന്നതിലൊരു വസ്തുതാപരമായ പെശകുണ്ട്. ഈ SIT അന്വേഷണത്തെ നിരീക്ഷിക്കുന്ന 2 അംഗ ബെഞ്ച് എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും മുദ്ര വെച്ച കവറിൽ അന്വേഷണ പുരോഗതി പരിശോധിക്കുന്ന ബെഞ്ച് ഒരു വാക്കുകൊണ്ട് പോലും ഈ അന്വേഷണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു കമന്റ് നടത്തിയത് ജാമ്യം പരിഗണിച്ച സിംഗിൾ ബെഞ്ചാണ്. ആ ബെഞ്ചിന്റെ പരിധിയിൽ പെടുന്നതല്ല അന്വേഷണം. പിന്നെ ഞാനൊരു ഹൈക്കോടതി ബെഞ്ചായതുകൊണ്ട് ഞാനൊന്നും കടത്തി പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും പറഞ്ഞാൽ എല്ലാവർക്കും കാര്യം മനസ്സിലാവും. അപ്പോൾ ഈ അന്വേഷണത്തിന് നിരീക്ഷിക്കുന്ന, ആ അർത്ഥത്തിൽ മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതിക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഇടപെടാൻ സാധിക്കും. ഡിവിഷൻ ബെഞ്ചിന് ഇടപെടാൻ സാധിക്കും. ഇടപെട്ടോട്ടെ. ഇതിൽ പ്രതികൾ പിടിക്കപ്പെടണം എന്നല്ല ഞാൻ പറയുന്നത്. അതിനെന്തിനാണ് എന്നോട് വിയോജിക്കേണ്ട കാര്യം? പിന്നെ പ്രശാന്ത് പോറ്റിയുടെ കയ്യിൽ കൊടുത്തയച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഒരു ചർച്ചയിൽ നമുക്ക് പറയാം. എം സ്വരാജ്, എനിക്ക് അതിലൊരു കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച്, ഈ ജാമ്യം നൽകുന്ന ജാമ്യ ബെഞ്ച് സിംഗിൾ ബെഞ്ചായിരുന്നു തീർച്ചയായിട്ടും. അദ്ദേഹം ആ വിധിയിലും അത് പരാമർശിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, അതിൽ ഞാൻ പറഞ്ഞ അല്ല, ഒരു പാസിംഗ് കമന്റ് ആയിരുന്നില്ല ജഡ്ജിയുടെ, അതാണ് ഞാൻ പറഞ്ഞത്. അത്ര പറഞ്ഞാൽ മതിയല്ലോ. അതെ അതെ, ഞാൻ പറഞ്ഞത് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കാം. ഞാൻ പറഞ്ഞത് ഈ അന്വേഷണത്തിന്റെ പുരോഗതി പരിശോധിക്കാനോ വിലയിരുത്താനോ അഭിപ്രായപ്പെടാനോ അധികാരപ്പെട്ട ബെഞ്ച് അല്ല അത്. അത്ര പറഞ്ഞാൽ പോരെ? അവിടെ നിൽക്കട്ടെ. പിന്നെ ഈ കൊടുത്തയച്ചു ഇദ്ദേഹത്തിന്റെ കയ്യിൽ, പ്രതിയുടെ കയ്യിൽ പ്രശാന്ത് കൊടുത്തയച്ചു എന്ന് പറഞ്ഞല്ലോ, അത് നടപടിക്രമങ്ങൾ പാലിച്ചും ഉത്തരവാദിത്തപ്പെട്ട അവിടെ സന്നിഹിതരാവേണ്ട ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിലും ബന്ദോബസ്തിലും വീഡിയോ ദൃശ്യങ്ങൾ പകർത്തിയുമാണെന്നാണ് പത്രങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിലെന്തെങ്കിലും കുറവ് വന്നോ? ഞാൻ ഇനിയിപ്പോൾ അദ്ദേഹമായിട്ട് ഒരു തർക്കത്തിലേക്ക് പോകുന്നില്ല. ഭരണപരമായ വീഴ്ച ഉണ്ടോ? ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ചയുണ്ടോ? തട്ടിപ്പിൽ ആർക്കെങ്കിലും പങ്കുണ്ടോ? അതോ കൂട്ടുനിന്നോ? വീഴ്ചയാണോ? ബോധപൂർവം തട്ടിപ്പിന് കൂട്ടുനിൽക്കലാണോ? ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങളല്ലേ അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. എനിക്കോ അവതാരകനോ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവർക്കോ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ഇപ്പോൾ എന്ത് അഭിപ്രായമാണ് പറയാനാവുക? പറയാൻ കഴിയുന്ന അഭിപ്രായങ്ങൾ പൊതുവായ അഭിപ്രായമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളാണ്. ആരോപണങ്ങളൊക്കെ സ്വാഭാവികം ഉണ്ടാവും, പക്ഷെ അത് രാഷ്ട്രീയ ആരോപണങ്ങളാണ്, അത്രയേ ഉള്ളൂ.
ഓക്കെ, ഞാൻ താങ്കളിലേക്ക് വരാം. കാരശ്ശേരി മാഷെ, എനിക്കൊരു കാര്യം കൂടി. അതായത് നമ്മളിപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അന്വേഷണമൊക്കെ നടക്കുമ്പോൾ നമ്മുടെ പൊതുസമൂഹം, മാധ്യമം ഇതൊക്കെ ചർച്ച ചെയ്യും. അപ്പോൾ ഈ ചർച്ചകൾ വേണ്ടാത്ത വഴിക്ക് പോകുന്നു എന്ന് ചർച്ചകളൊക്കെ ശ്രദ്ധിക്കുന്ന അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഇതിലിപ്പോഴുള്ള ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, ജനങ്ങളെ സംബന്ധിക്കുന്ന ഒരു കാര്യം, ഇതിൽ പ്രധാനപ്പെട്ട കുറ്റാരോപിതരായിട്ട് ജയിലിൽ കിടക്കുന്ന ശ്രീ പത്മകുമാർ, അല്ലെ ശ്രീ വാസു തുടങ്ങിയുള്ള ആളുകളെ എന്തുകൊണ്ടാണ് അവരുടെ പാർട്ടി CPM സസ്പെൻഡ് ചെയ്യാത്തത് എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ് ജനങ്ങളെ സംബന്ധിച്ച്. കാരണം ആ പാർട്ടിയാണ് നാട് ഭരിക്കുന്നത്, മുഖ്യമന്ത്രി അവരുടെ നേതാവാണ്, ആഭ്യന്തര വകുപ്പ് അവരുടെ കയ്യിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് ഒരു നടപടിയും ഇല്ല? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് സത്യം പറഞ്ഞ ആൾക്ക് മനസ്സിലാവില്ല. ഈ ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് തിരിയാത്ത മാതിരി തന്നെ ഈ തരത്തിൽ നേരത്തെ MLA ആയിരുന്ന ഒരാളാണ് പത്മകുമാർ, അദ്ദേഹം ഈ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻ ആയിരുന്ന ആളാണ്, അങ്ങനെ വാസു ഒക്കെ അതിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുക എന്നുള്ള സാധാരണഗതിയിൽ പാർട്ടികൾ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുപോലും ചെയ്യാതിരിക്കുമ്പോൾ അവരെ സംരക്ഷിക്കാനുള്ള ഒരു താല്പര്യം CPM-നുണ്ട് എന്ന് ആളുകൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പം ഇതിലുള്ള ഒരു ഏറ്റവും വലിയൊരു സംഗതി വെച്ചാൽ, ഇത്ര വലിയൊരു ദേവാലയമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും വലിയൊരു കൊള്ള ഇതിനു മുമ്പ് കേരള ചരിത്രത്തിൽ ഉണ്ടായതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ ഓർമ്മയിലില്ല. അപ്പോൾ അത്ര വലിയൊരു സംഭവം ഉണ്ടായിട്ട് അതിൽ ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷ പദവി പോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന ആളുകൾ, പാർട്ടിയിലും വലിയ ആളുകളായിരിക്കെ, അവരെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും അവർ ജയിലിൽ കിടക്കുകയും ചെയ്യുമ്പോൾ അവർ ശരി സസ്പെൻഡ് ചെയ്താലൊന്നുമില്ലല്ലോ. അപ്പോൾ അവർ കുറ്റവാളികളല്ലാതെ കോടതി പറഞ്ഞു, തിരിച്ചെടുക്കാമല്ലോ. അപ്പം അതുപോലും ചെയ്യാതിരിക്കുമ്പോൾ അതിൻ്റെ വിശ്വാസ്യതയിൽ ഒരു പ്രശ്നം ജനങ്ങൾക്കുണ്ടാവും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. ശ്രീ കെ സുരേന്ദ്രൻ, അതായത് ഇപ്പോൾ ഡി മണി, രാജപാളയം, ശ്രീകൃഷ്ണൻ, ബാലമുരുകൻ, ഇങ്ങനെ പുതിയ പുതിയ കഥാപാത്രങ്ങൾ രംഗപ്രവേശം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവരിലൂടെയാണ് ഇതിനൊരു അന്താരാഷ്ട്ര മാനം കൈവരുമെന്നൊക്കെ ആൾക്കാർ ഇപ്പോൾ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്ത് സംഘം ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ BJP എടുക്കാൻ പോകുന്ന സമീപനം എന്തായിരിക്കും? അല്ല, അതെല്ലാം ഞങ്ങൾ നേരത്തെ തന്നെ ആ നിലപാട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിന് പൂർണ്ണമായിട്ടുള്ള സത്യങ്ങൾ പുറത്തു വരണമെങ്കിൽ, അല്ലെങ്കിൽ മുഴുവൻ കുറ്റവാളികളും പുറത്തു വരണമെങ്കിൽ ഇപ്പോൾ നടത്തുന്ന അന്വേഷണം കൊണ്ട് സാധ്യമാവില്ല. പിന്നെ SKN CPM-നെ ശരിക്കും അറിയുന്ന ആൾക്കാർ, അവരുടെ നടപടികൾ പലതും അറിയുന്ന ആൾക്കാർ, നമുക്ക് ഓർമ്മയില്ലേ TP കേസ് നടക്കുമ്പോൾ TP കേസിൽ 2 പ്രാദേശികമായിട്ടുള്ള ജില്ലാ തലത്തിലുള്ള 2 നേതാക്കളിലേക്ക്, ഞാൻ പേരുകൾ പറയുന്നില്ല, അന്വേഷണം എത്തിയപ്പോൾ പാനൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് ചെയ്യാൻ അന്വേഷണ സംഘം പോയപ്പം എന്താണെന്ന് SKN അടക്കം നമ്മളാരും ഒന്നും മറന്നുപോയിട്ടുള്ളവരല്ലല്ലോ. അതിനുശേഷം അവർ ഏത് നിലയിലാണ് ആ കേസിനെ കൈകാര്യം ചെയ്തതെന്നും അതിൽ പ്രതികളായിട്ട് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നവർക്ക് എന്ത് രാജകീയമായിട്ടുള്ള സൗകര്യങ്ങളാണ് അവർ ചെയ്തു കൊടുക്കുന്നതെന്നും കൃത്യമായി അറിയുന്ന മലയാളിക്ക് അറിയാം. പത്മകുമാറും വാസുവും കഴിഞ്ഞ് അപ്പുറത്തേക്ക് കടന്നാൽ, അതായത് ഞാൻ നേരത്തെ പരാമർശിച്ച പ്രശാന്തിലേക്കോ കടകംപള്ളിയിലേക്കോ കടന്നാൽ എന്ത് നിറം മാറ്റമായിരിക്കും ഭരണം കയ്യിൽ തന്നെയുള്ള CPM-ന് ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കാൻ ഗവേഷണ ബുദ്ധിയൊന്നും വേണ്ട, ആരും എവിടെയും പോയി PhD എടുക്കുകയൊന്നും വേണ്ട. ഈ അന്വേഷണം അട്ടിമറിക്കാൻ തന്നെയുള്ള ഗൂഢാലോചനയിലാണ് CPM ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ ലക്ഷണങ്ങളാണ് കാണുന്നത്. കാരണം ഈ വിദേശ ലോബികളുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നത് എന്തായാലും പത്മകുമാറും വാസുവും ആയിരിക്കില്ലല്ലോ SKN. അതുകൊണ്ട് നമുക്ക് വരും ദിവസങ്ങളിലും ചർച്ച ചെയ്യാം. ഞാനും ബഹുമാനപ്പെട്ട സുഹൃത്തും എല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. M. സ്വരാജ്, നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് താങ്കൾക്ക് പെട്ടെന്ന് ഒരു മറുപടി വേണമെങ്കിൽ പറയാം. അല്ല, അങ്ങനെ പറയരുത്. കാരണം കാരശ്ശേരി മാഷ് വ്യക്തമായിട്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതിന് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ബഹുമാനം ഉണ്ടെങ്കിൽ എനിക്ക് മറുപടി പറഞ്ഞേ പറ്റൂ. അദ്ദേഹം ചോദിച്ചാൽ അദ്ദേഹം 2 കാര്യങ്ങളും പറയാം. അദ്ദേഹം ചോദിച്ചത് നടപടിയുടെ കാര്യമാണ്, എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്നതാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യം ഞാൻ ഒരിക്കലും പുച്ഛിച്ച് തള്ളുന്നില്ല, ഞാനത് ഗൗരവമായി തന്നെ എടുക്കുന്നു. അതിൽ ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് പാർട്ടി സെക്രട്ടറി തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഞാൻ ഒന്നുകൂടി ഇവിടെ പറയാം. ഇപ്പോൾ ഈ 2 പേരെ സംബന്ധിച്ച് എനിക്കതിലും കാരശ്ശേരി മാഷോടുള്ളൊരു ചെറിയ വിയോജിപ്പ്, ഈ 2 പേരുടെ രാഷ്ട്രീയ ബന്ധം മാത്രമേ മാഷും കാണുന്നുള്ളൂ. അതിനപ്പുറത്തുള്ള രാഷ്ട്രീയ ബന്ധമോ നടപടിയോ മാഷും പറയുന്നില്ല. പറയുമ്പോൾ അതുകൂടി പറഞ്ഞിരുന്നെങ്കിൽ മാഷയുടെ നിലപാട് കുറെ കൂടി തിളക്കമുള്ളതാകുമായിരുന്നു. ഞങ്ങളുടെ പാർട്ടിയുമായി ബന്ധമുള്ള ഈ 2 പേരുടെ പേരിൽ ഇപ്പോൾ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം എന്താണ് എന്നത് പോലും ഇപ്പോൾ വ്യക്തതയില്ല.
അത് കുറ്റപത്രം സമർപ്പിക്കുമ്പോഴാണ് വ്യക്തത വരിക. അവർ ഭരണപരമായ വീഴ്ച വരുത്തി എന്നതാണോ, അവർക്ക് നേരിട്ട് തട്ടിപ്പിൽ ബന്ധമുണ്ട് എന്നതാണോ, ബോധപൂർവം തട്ടിപ്പിന് കൂട്ടുനിന്നു എന്നാണോ, യാദൃച്ഛികമായി അവരുടെ വീഴ്ച തട്ടിപ്പിന് ഇടയായി എന്നാണോ, ഇനി തട്ടിപ്പിന് നേതൃത്വം കൊടുത്തു എന്നാണോ? ഇതൊന്നും അറിയില്ലല്ലോ മാഷേ, നമുക്ക് ആർക്കും അറിയില്ല. അപ്പൊ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അതിലൊരു വ്യക്തതയുണ്ടാവും. ചാർജ് എന്താണ്? അത് ഒരു നെഗ്ലിജൻസ് ആണോ, അതോ കുറ്റത്തിന് കൂട്ടുനിന്നതാണോ, കുറ്റത്തിന് നേതൃത്വം കൊടുത്താണോ? വരട്ടെ, അത് വന്നു കഴിഞ്ഞാൽ ആവശ്യമായ നിലപാടുകളിലേക്കും തീരുമാനങ്ങളിലേക്കും പാർട്ടി പോകും. അതിൽ ഒരു സംശയവും വേണ്ട. അതോടൊപ്പം തന്നെ ബഹുമാന്യനായ BJPയുടെ നേതാവ്, അത് ഈ എന്തൊക്കെ വിഷയങ്ങളാണ് നമ്മുടെ ചർച്ചയിൽ വരുന്നത്. ശ്രീ ചന്ദ്രശേഖരൻ കേസിന്റെ കാര്യം പറഞ്ഞു. ആ കേസിൽ എത്ര പേരെയാണ് പ്രതി ചേർത്തത്? ഞങ്ങളുടെ ജില്ലാ നേതാക്കന്മാർ, അന്നത്തെ ജില്ലാ നേതാക്കന്മാരൊക്കെ പ്രതികളായിട്ടുണ്ടായിരുന്നില്ലേ? 10-65 പേര് പ്രതിയായിട്ടുള്ള കേസിൽ ഇവരൊക്കെ വെറുതെ വിടുകയല്ലേ കോടതി ചെയ്തത്? രാഷ്ട്രീയ താല്പര്യത്തോടെ പ്രതിപ്പട്ടികയിൽ തിരികെ കയറ്റി കേസിന്റെ ഭാഗമായി പീഡിപ്പിക്കാൻ ഉദ്ദേശിച്ച പ്രതികളെയൊക്കെ കോടതി വെറുതെ വിട്ടു. എത്ര പേരെയാണ് ശിക്ഷിച്ചത്? അതിലേതെങ്കിലും പാർട്ടി നേതാവുണ്ടോ ശിക്ഷിച്ചത്? ഞങ്ങൾ അന്നും ഇന്നും പറഞ്ഞിട്ടുള്ളത് അന്വേഷണങ്ങൾ നേരായ വഴിയിൽ നടക്കണം. അന്ന് അന്വേഷണം രാഷ്ട്രീയ പ്രേരിതായിരുന്നു. അതുകൊണ്ട് CPM-ന്റെ കുറെ നേതാക്കന്മാരെ കൂടി പെടുത്തി കോടതിയിൽ വന്നപ്പോൾ അത് വെറുതെ ശിക്ഷിക്കപ്പെട്ട പ്രതികളുണ്ടായിരുന്നു. ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ പ്രസിഡന്റായി വന്നവരൊക്കെ ശിക്ഷിക്കപ്പെട്ടവരാണ് കേസിലും. ഓക്കെ, അല്ല, അത് നിങ്ങൾ വേറെ കേസല്ലേ പറയുന്നത്? ഓക്കെ, നമ്മളത് വേറൊരു ചർച്ചയിലേക്ക് പോകേണ്ടി വരും. ശ്രീ എം സ്വരാജ്, എന്തായാലും നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. താങ്ക് യു ശ്രീ എം സ്വരാജ്, താങ്ക് യു ശ്രീ കെ സുരേന്ദ്രൻ, താങ്ക് യു ശ്രീ MN കാരശ്ശേരി. അപ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ നന്ദി. മറ്റൊരു കാര്യം, ഈ കോടതി ആദ്യ സമയത്ത് തന്നെ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാവായ സുഭാഷ് കപൂർ എന്ന് പറയുന്ന അയാളുടെ മോഷണ രീതിയും കള്ളക്കടത്ത് രീതിയുമായും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന് ചില സാമ്യം വരുന്നു എന്ന രീതിയിൽ ഇപ്പോൾ വാർത്തകൾ വരുമ്പോൾ കോടതി സംശയിച്ച ഇടത്തേക്ക് തന്നെയാണോ കാര്യങ്ങൾ നീണ്ടു ചെല്ലുന്നത് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും പുതിയ മാനങ്ങൾ വരികയാണെങ്കിൽ CBI പോലുള്ള അന്വേഷണ സംഘം ഇതിൽ ഇറങ്ങും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നാളെ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ ഞാനും ആളുമല്ല. എൻകൗണ്ടർ അവസാനിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. താങ്ക് യു. ഗുഡ് ബൈ.